السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد وعلى سائر النبيين وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وذكر اسم ربك وتبتل إليه تبتيلا. رب المشرق والمغرب لا إله إلا هو اتخذه وكيلا. ذرني والمكذبين أولي النعمة ومهلهم قليلا. صدق الله العلي العظيم وصدق بلغ رسوله النبي الكريم. ജമാഅത്തെ ഇസ്ലാമി സംഘടിപ്പിച്ചിട്ടുള്ള ഈ പൊതുയോഗം ശ്രദ്ധിക്കുകയും ശ്രവിക്കുകയും ഒക്കെ ചെയ്യുന്ന കുമ്പള പ്രദേശത്തെ നല്ലവരായ നാട്ടുകാരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, ഈ ഒരുമിച്ച് കൂടലിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി ജില്ലാ സെക്രട്ടറി മുഹമ്മദ് കുഞ്ഞി സാഹിബ്, ഉദ്ഘാടന പ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് സംസാരിച്ച SIO-വിൻ്റെ സംസ്ഥാന സെക്രട്ടറി സഹോദരൻ ഷിഫൻ റഹ്മാൻ, വേദിയിലിരിക്കുന്ന പ്രിയമുള്ള നേതാക്കന്മാരെ, ഇതിനെ ശ്രവിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ജമാഅത്തെ ഇസ്ലാമിയുടെ ഹൃദ്യവും സ്നേഹോഷ്മളവുമായ അഭിവാദ്യങ്ങൾ, സന്തോഷങ്ങൾ അറിയിക്കട്ടെ. ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഇന്ന് നന്നായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി മാത്രമല്ല, ഇസ്ലാമും മുസ്ലിമീങ്ങളും ആ ഒരർത്ഥത്തിൽ വലിയ ചർച്ചകൾക്ക് കാരണമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലോകത്തുടനീളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷം, ലോകത്ത് ധാരാളം പ്രശ്നങ്ങളുണ്ടെന്ന്. എക്കണോമിക്കൽ പ്രശ്നങ്ങളുണ്ട്, സോഷ്യൽ പ്രശ്നങ്ങളുണ്ട്, പൊളിറ്റിക്കൽ പ്രശ്നങ്ങളുണ്ട്, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, സാമൂഹിക സമത്വങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട്. മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന എന്തൊക്കെ മേഖലകളുണ്ടോ, സദാചാരം, കുടുംബം, കല, സാഹിത്യം, എല്ലാ മേഖലയിലും ധാരാളം പ്രശ്നങ്ങൾ. ചിലതൊക്കെ വളരെ മാരകമാണ്. ആരാണതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്ന് പോലും നമുക്ക് പറയാൻ കഴിയില്ല. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ലോകത്തുടനീളം, നമ്മുടെ രാജ്യത്തും ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളെയൊക്കെ കാരണക്കാരാരാണ്? എന്തുകൊണ്ടാണ് ലോകത്തിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആർക്കെങ്കിലും ഒരു ഉത്തരവാദിത്വം ഇതിലുണ്ടാകും. വളരെ പ്രധാനപ്പെട്ട 3 കക്ഷികളാണ് ഇതിൽ ഉത്തരവാദിത്വം വഹിക്കേണ്ടി വരിക. ഒന്ന് രാഷ്ട്രീയ നേതൃത്വമാണ്, രണ്ടാമത്തത് മത നേതൃത്വമാണ്, മൂന്നാമത്തത് ഉദ്യോഗസ്ഥ സംവിധാനങ്ങളാണ്, അധികാരഘടനയുമായി ബന്ധപ്പെട്ടിട്ട്. ഇതിൻ്റെ മുകളിൽ പ്രത്യയശാസ്ത്രമായി വർത്തിക്കുന്ന ഇമ്പീരിയലിസം ഉണ്ട്, ക്യാപിറ്റലിസം ഉണ്ട്, സയണിസം ഉണ്ട്, ഫാഷിസം ഉണ്ട്. ഇതിങ്ങനെയൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമെന്നറിയില്ല, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടന്നു പോകണില്ല. ലോകം ഇന്ന് വ്യക്തികൾ മുതൽ വലിയ രാഷ്ട്രങ്ങളടക്കം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ പ്രതിസന്ധികളുടെ അടിസ്ഥാന കാരണക്കാരെന്ന് പറയുന്നത് നോക്കുകുത്തികളായി നിൽക്കുന്ന രാഷ്ട്രീയക്കാരായിരിക്കും, അതല്ലെങ്കിൽ മതനേതൃത്വങ്ങളായിരിക്കും. ഇത് രണ്ടിൻ്റെയും കൽപ്പനകളെ വിധേയത്തോടുകൂടി നിർവഹിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾ. പൊതുജനങ്ങൾ എന്ന് പറയുന്നത് ഇതിനു ചുറ്റും ഈച്ച പൊതിയുന്ന പോലെ നിൽക്കുന്ന ഒരു സംവിധാനമാണ്. അവർക്ക് ഉദ്യോഗസ്ഥ വർഗത്തിന് അവർക്ക് പേടിയാണ്. മതനേതൃത്വങ്ങളോട് അതിയായ ബഹുമാനമാണ്. രാഷ്ട്രീയ നേതൃത്വങ്ങളെ കാര്യസാധ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായി അവർ അവലംബിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വങ്ങളെയാണ്. ഈ മുക്കൂട്ട മുന്നണി എന്ന് ലോകത്ത് ആരാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചിടത്താണ് ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചത്. നമ്പർ 1 ക്യാപിറ്റലിസം ഉണ്ട്, മുതലാളിത്തം. അതുപോലെ തന്നെ ഇമ്പീരിയലിസം, സാമ്രാജ്യത്വം. പഴയകാലത്ത് സൈന്യത്തെ അയച്ച് വന്നവർ ഇന്ന് IT ശൃംഖലകൾ മുതൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ മുതൽ
അതുപോലെ തന്നെ നാണയമില്ലാത്ത സാമ്പത്തിക ഘടന മുതൽ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമുള്ള അതിമാരകമായ കുടിലമായ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇമ്പീരിയലിസം പഴയകാല സാമ്രാജ്യത്വം ഇന്ന് പുതിയ കോലത്തിലും ഭാവത്തിലും ഒക്കെ മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. യുണൈറ്റഡ് നേഷന്റെ നിയമങ്ങൾ മുതൽ നമ്മുടെ പഞ്ചായത്ത് വാർഡിൽ നടക്കുന്ന നിയമങ്ങളടക്കം നടത്തുന്നത് ക്യാപിറ്റലിസവും സയണിസവും ഇമ്പീരിയലിസവും ഫാഷിസവും ഒക്കെയാണ്. അവിടെ ഒന്നും ഒരു ജനാധിപത്യവും സെക്യുലറിസവും സോഷ്യലിസവും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഞാൻ അതിന്റെ ഉദാഹരണത്തിലേക്കൊന്നും ഇപ്പോൾ കടന്ന് പോകുന്നില്ല. ഏറ്റവും അവസാനത്തെ യൂണിറ്റാണ് നമ്മുടെ വാർഡ് എന്ന് പറയുന്നത്. വാർഡ് നിലകൊള്ളുന്നത് വീടുകൾക്ക് വേണ്ടിയിട്ടാണ്. വീട്ടിലുള്ള കാര്യങ്ങൾ ആ വാർഡിലുള്ള വീടുകാരെ കൂടി തീരുമാനിക്കണമെന്നില്ല. നിങ്ങൾ എന്ത് പഠിക്കണം, ഇവിടെ എന്ത് കൃഷി ചെയ്യണം, അതിന്റെ വിത്ത് എന്തായിരിക്കണം, അതിന്റെ വളം എന്തായിരിക്കണം, നിങ്ങളുടെ വിപണി എങ്ങനെയായിരിക്കണം, അതിന്റെ ഒന്നും നിയമങ്ങൾ നിങ്ങളുടെ വാർഡുകൾ കൂടിയ പഞ്ചായത്തോ കൂടിയ ബ്ലോക്കുകൾ കൂടിയ ജില്ലയൊന്നുമല്ല തീരുമാനം എടുക്കുന്നത്. അതിങ്ങനെ ആ നെറ്റ്വർക്കുകൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചു പോയാൽ എല്ലാവരും എവിടെയോ തീരുമാനിക്കപ്പെട്ട കാര്യങ്ങൾ നടത്തുന്നവർ മാത്രമാണ് അതിന്റെ ഏറ്റവും മൈക്രോ ലെവലിലുള്ള വാർഡുകൾ എന്ന് പറയുന്നതടക്കം. വാർഡ് സ്വന്തം നിലക്ക് അവിടുത്തെ വാർഡ് മെമ്പർ CPM-ഓ BJP-യോ കോൺഗ്രസോ ലീഗോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം, ചിലപ്പോൾ വെൽഫെയർ പാർട്ടിയൊക്കെ ഉണ്ടാവും അടിസ്ഥാനപരമായിട്ട്. പക്ഷേ അവിടെ നടക്കേണ്ടത് എന്ന് ഈ രാഷ്ട്രീയക്കാർ തീരുമാനിക്കുന്നതല്ല. പോലെ മേലെ ഒരു കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ടാകും. അത് പഞ്ചായത്തിൽ നിന്ന് വരും, പഞ്ചായത്തിന് ബ്ലോക്കിൽ നിന്ന് വരും, ബ്ലോക്കിന് കളക്ടറേറ്റിൽ നിന്ന് വരും, കളക്ടറേറ്റിൽ നിന്ന് സംസ്ഥാനത്തു നിന്ന് വരും, സംസ്ഥാനത്തിന് കേന്ദ്രത്തിന് വരും. കേന്ദ്രത്തിന് ആരാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? കേന്ദ്രത്തിലെ നിയമങ്ങളുടെ അടിസ്ഥാന നിയമനിർമ്മാണ സംവിധാനങ്ങൾ ആരാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിന്റെ ഒരു സൂക്ഷ്മമായ അതിന്റെ ചരട്, അതിന്റെ കെണി, അതിന്റെ ചൂണ്ട, അതിന്റെ ആങ്കറ് നമ്മൾ പരിശോധിച്ചാൽ ഒന്നുകിൽ ഇമ്പീരിയലിസം ആയിരിക്കും, അല്ലെങ്കിൽ ക്യാപിറ്റലിസം ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ സയണിസ്റ്റ് ഫാസിസ്റ്റ് താല്പര്യങ്ങളോടുകൂടിയുള്ള സംവിധാനങ്ങളായിരിക്കും ലോകത്തെ ഭരണകൂടങ്ങളെയും അതിന്റെ ദേശീയ ഏറ്റവും പ്രാദേശികമായ സംവിധാനങ്ങളടക്കം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ധാരാളം സംഗതികളുണ്ട്. ഇതിന്റെയൊക്കെ ഇരകളായി മനുഷ്യ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഗുരുതരമായ പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലും സാമ്പത്തിക അസമത്വങ്ങൾ, രാഷ്ട്രീയ പ്രശ്നങ്ങൾ, സാംസ്കാരിക പ്രശ്നങ്ങൾ, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, എല്ലാ തലത്തിലുമുള്ള പ്രതിസന്ധികൾ മനുഷ്യർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് കൈകാര്യം ചെയ്യുന്നതിന്, ഇതിന്റെ അടിസ്ഥാന കാരണങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകാതിരിക്കുന്നതിന് വേണ്ടി അന്താരാഷ്ട്ര തലം മുതൽ പ്രാദേശിക തലത്തിലടക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും മികച്ച കുറുക്കുവഴികളിൽ ഒന്നാണ് ഇസ്ലാമിക് ഫോബിക് പ്രചരണങ്ങൾ നടത്തുക എന്നുള്ളത്. എല്ലാറ്റിന്റെയും പ്രശ്നം ഇസ്ലാമാണ്, മുസ്ലിമീങ്ങളാണ്. ഇന്ന് അമേരിക്കൻ മുതലാളി മുതൽ ഇപ്പൊ ട്രംപാണ് പുതിയ മുതലാളിയായിട്ട് അവിടെ വന്നിട്ടുള്ളത്. അയാള് അവതാരാണോ അതല്ല രാക്ഷസനാണോ? രാക്ഷസൻ എന്നുള്ളതിന് വേറെ അർത്ഥങ്ങളൊക്കെ ഉണ്ട്. രക്ഷിക്കുന്നവൻ എന്നുള്ള അർത്ഥവനുണ്ട്. അതുപോലെ തന്നെ സോമം ലഹരി ഉപയോഗിക്കാത്തവൻ എന്നൊക്കെ രാക്ഷസൻ എന്നുള്ളതിന് അർത്ഥം ഉണ്ടെന്നാ. ഞാൻ അതിന്റെ മോശപ്പെട്ട അർത്ഥത്തിൽ ആളുകൾ പറയലുണ്ട്. ആ അർത്ഥത്തിൽ നമ്മൾ പറഞ്ഞത് നല്ല പ്രകൃതിയുള്ളവരും ദുഷിച്ച പ്രകൃതിയുള്ളവരും. ഇപ്പൊ ട്രംപ് വന്നിട്ടുണ്ട്. ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടൊക്കെയാണ് മൂപ്പര് രംഗപ്രവേശനം ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങേ തല മുതൽ ഇങ്ങേ തലക്ക് നമ്മൾ പറയുന്ന CPM-കാരനടക്കം ഇസ്ലാമിക ഭീകരതയെക്കുറിച്ച്, അതിന്റെ രാഷ്ട്ര സംവിധാനങ്ങളെ കുറിച്ച്, അതിന്റെ ഖലീഫമാരെ കുറിച്ച്, അതിന്റെ പ്രവാചകന്മാരെ കുറിച്ച്, അതിന്റെ വേദങ്ങളെ കുറിച്ച് രാജ്യത്തിലെ മനുഷ്യരെങ്ങനെ പറഞ്ഞ് ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് വളരെ അപകടകരമാണ്. ഇനിയിപ്പോ ഇത് അന്താരാഷ്ട്ര തലത്തിൽ ട്രംപ് ആണെങ്കിൽ കേരളത്തിൽ CPM ആണുള്ളത്. ഇനി ദേശീയ തലത്തിൽ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടു, സഹോദരൻ ഷിബിൻ റഹ്മാൻ വളരെ മനോഹരമായിട്ടത് താത്വികമായ അതിന്റെ എല്ലാ വശങ്ങളും വളരെ മനോഹരമായി മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി. സംഘപരിവാർ എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ അപകടകരമായ പ്രസ്ഥാനങ്ങളിൽ ഒന്നാണത്. ലോകത്തെ 2 പ്രസ്ഥാനങ്ങളാണ് ഏറ്റവും മാരകം. ഒന്ന് സിയോണിസമാണ്, രണ്ടാമത്തത് ഇന്ത്യയിലെ സംഘപരിവാരമാണ്. മനുഷ്യത്വത്തിനോട് ഒരു കൂറുമില്ലാത്ത ദൈവത്തെയും പ്രവാചകന്മാരെയും വേദങ്ങളെയും പ്രദേശങ്ങളെയും ഒക്കെ വംശീയവൽക്കരിച്ച്, ജാതിവൽക്കരിച്ച്, മതവൽക്കരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മാർക്കോസിന്റെ പാട്ടുണ്ട്. ഇസ്രായേലിന്റെ ഏകനായ ദൈവം. ഇസ്രായേലിന് മാത്രം ഏകനായ ഒരു ദൈവം ഉണ്ടാവില്ല. ഇസ്രായേലിന് ദൈവം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ മാത്രം സ്വന്തം, ദൈവം എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ മാത്രം സ്വന്തം, ദൈവം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതാ, ദൈവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അറബികൾക്ക് മാത്രമുള്ളതാ, ദൈവം എന്ന് പറയുന്നത് അമേരിക്കക്കാർക്ക് മാത്രമുള്ളതാ. മൊത്തം ഈ പ്രപഞ്ചത്തിന്റെ ഘടനയും അതിന്റെ ആഴങ്ങളിലേക്കൊക്കെ നമ്മൾ ഇറങ്ങി പരിശോധിച്ചാൽ ഈ തർക്കത്തിനും വഴക്കിനൊന്നും ഒരു പ്രസക്തിയില്ല നമുക്ക് മനസ്സിലാവും. കാരണം ഭൂമിയിൽ എത്രയധികം മണൽത്തരികളും മണ്ണിന്റെ തരികളും ഒക്കെ ഉണ്ടോ, ആ ഒരു മണൽത്തരിയുടെ വലുപ്പം പോലും ഈ പ്രപഞ്ചത്തിൽ ഈ ഭൂമിക്കില്ല. കുമ്പളക്കില്ല, കാസർഗോഡിനില്ല, മലബാറിനില്ല, കേരളത്തിനില്ല, ഇന്ത്യക്കില്ല, അതുപോലെ തന്നെ ഭൂമിക്കില്ല. ഈ ഭൂമിയിലെ മണൽത്തരികളുണ്ടല്ലോ, ഒരു മണൽത്തരി അല്ലെങ്കിൽ ഇവിടെ ഉള്ള ഒരു പൊടി, ആ ഒരു പൊടി എടുത്തിട്ട് ആ പൊടിയുടെ വലുപ്പം പോലും ഈ മഹാപ്രപഞ്ചത്തിൽ ഭൂമിക്കില്ല. ട്രംപ് വാഴുന്ന, നരേന്ദ്രമോദി വാഴുന്ന, പിണറായി ഭരിക്കുന്ന
നമ്മളിങ്ങനെ അങ്ങനെയൊക്കെയുള്ള നമ്മൾ ധരിക്കുക. മതരാഷ്ട്രീയമൊക്കെ അതിൽ വരും. അധികാര കേന്ദ്രങ്ങൾ, സാമ്പത്തിക കേന്ദ്രങ്ങൾ, ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ, മതരാഷ്ട്രീയ നേതാക്കന്മാർ എല്ലാരും കൂടി നമ്മളെ വെച്ചിട്ട് ഇങ്ങനെ വരച്ച വരയിലിട്ട് നമ്മളെ അടിമകളാക്കി അധിനിവേശം നടത്തി അധികാരം നടത്താനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇവരോടൊക്കെ നമ്മള് യഥാർത്ഥത്തിൽ ഈ മഹാപ്രപഞ്ചത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നൊരു വർത്താനം പറഞ്ഞാൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും ദൈവം തമ്പുരാൻ ഈ ഭൂമിക്കില്ല. ഒരു കൊതുകിന്റെ ചിറകിന്റെ വില, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മൺതരിയുടെ വലുപ്പം പോലും ഈ മഹാപ്രപഞ്ചത്തിൽ ഭൂമിക്കില്ല. ട്രംപ് നിൽക്കുന്ന, നരേന്ദ്രമോദി നിൽക്കുന്ന, പിണറായി ഒക്കെ നിൽക്കുന്ന ഈ ഭൂമിക്കില്ല. പിന്നില്ല അവിടുത്തെ മനുഷ്യൻ എന്ന് പറയുന്നത്. ഇത്രയും നിസ്സാരമായ ഇങ്ങോട്ട് ഇവിടെ കിടന്നിട്ട് നമ്മൾ പറയാണ് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ, ഹിന്ദുവിന്റെ ദൈവമായ ഈശ്വരൻ, മുസ്ലിങ്ങളുടെ ദൈവമായ അള്ളാഹു. ഇതൊക്കെ വളരെ അപകടകരമായ, മതത്തെ അധികാര താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുള്ള സാമ്പത്തിക, രാഷ്ട്രീയ, ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾ കൃത്യമായി ചമയ്ക്കുന്ന കള്ളവ്യാഖ്യാനങ്ങളും കപട വ്യാഖ്യാനങ്ങളും ഒക്കെയാണ് ആ ഭാഗത്ത് അത് നമ്മൾ കാണേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇസ്രായേലിന്റെ ദൈവമായ എന്ന് പറഞ്ഞിട്ട് ഇവർ അവതരിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഹിന്ദുവിന്റെ ദൈവമായ. യഥാർത്ഥത്തിൽ ഹിന്ദുവിനോ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികൾക്കൊന്നും വേറെ ദൈവമൊന്നുമില്ല. നമുക്കൊക്കെ എളുപ്പം അറിയാവുന്നതുപോലെ ശ്വസിക്കുന്ന വായു ഹിന്ദു വായു, മുസ്ലിം വായു. ഇനിയിപ്പോ അതിന്റെയൊക്കെ അവകാശം നരേന്ദ്രമോദിക്കും ഇവർക്കൊക്കെ കിട്ടിയാല് അതുപോലെ എന്ത് ചെയ്യും? ചിലപ്പോൾ മുസ്ലിങ്ങൾക്ക് കൊടുക്കരുത്, CPM-ന് കൊടുക്കരുത്. ഇപ്പൊ പലതും തരുന്നില്ലല്ലോ കേരളത്തിന്. ആ മുണ്ടക്കൈയിലെ ഉരുൾപൊട്ടി, അതുപോലെ തന്നെ നമ്മൾക്ക് നല്ല 2-3 പ്രളയങ്ങളുണ്ടായി. ഒരു കാശും തന്നിട്ടില്ല കേന്ദ്രത്തിൽ നിന്ന്. കേരളത്തെ വളരെ അപകടകരമായ രീതിയിൽ സാമ്പത്തിക ഞെരുക്കങ്ങളിലേക്ക്, ആ സാമ്പത്തിക ഞെരുക്കങ്ങളെ അതിജീവിക്കാൻ വേണ്ടി CPM നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ട നാടകങ്ങൾ വേറെ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് പാർട്ടിക്കോ ഉദ്യോഗസ്ഥന്മാർക്കോ പാർട്ടി നടത്തിപ്പുകാർക്കോ കേടുവരാത്തവണ്ണം പൊതുസമൂഹത്തിന്റെ സമ്പത്തിനെ എങ്ങനെ ദീപാവളി വിളിപ്പിക്കാം എന്നുള്ളത് കേന്ദ്രത്തിന് പറഞ്ഞു. കേന്ദ്രം ഒരു സംഗതിയും തരുന്നില്ല. ഈ കേരളീയ വിരുദ്ധ സർക്കാരാണ് ശരിക്കും കേന്ദ്രം എന്ന് പറയുന്നത്. അതിനെ സൂക്ഷ്മമായിട്ട് പഠിച്ചാൽ കേരളത്തെ ഉറ്റുകൊടുക്കുന്ന സംഘപരിവാർ, കേരളത്തെ ഞെക്കി അമർത്തുന്ന സംഘപരിവാരമാണ് അവിടെ ഉള്ളത്. അപ്പൊ അവരുടെ കയ്യിൽ വല്ലതൊക്കെ കൊടുത്താല് എല്ലാവർക്കും കിട്ടാൻ പോലും സാധ്യത ഉണ്ടാവില്ല. ഈ വായുവും വെള്ളവും അതുപോലെ തന്നെ നമ്മൾ കണ്ടു അനുഭവിക്കുകയൊക്കെ ചെയ്യുന്ന സാധനങ്ങൾ ദൈവം തമ്പുരാൻ മനുഷ്യന് വേണ്ടി നീക്കി വെച്ചിട്ടുള്ളത്. ഞാൻ ആ ചർച്ചയിലേക്ക് കൂടുതൽ പോകും. ഞാൻ പറയാൻ ആഗ്രഹിച്ചത് യഥാർത്ഥത്തിൽ ദൈവം ആണ് മനുഷ്യനുമായി ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തിട്ടുള്ളത്. അത്തരം വിഷയങ്ങളൊക്കെ ഇങ്ങോട്ട് മാറ്റിവെച്ചിട്ട് വളരെ തന്ത്രപരമായിട്ട് എന്ത് പറയും? എല്ലാ പ്രശ്നങ്ങളുടെയും കാരണക്കാർ മുസ്ലിമീങ്ങളാണ്. ഇത് ആഗോളതലം മുതൽ ഇങ്ങതടക്കം നമ്മുടെ സംഘപരിവാർ നേതൃത്വം അടക്കം ഇന്ത്യയുടെ ഇപ്പോ പൈസന്റെ വിലങ്ങൾക്ക് അറിയാലോ. ഇന്ത്യ രാജ്യം ഉണ്ടായതിനു ശേഷം ഇത്രയും വില കുറഞ്ഞൊരു കാലഘട്ടം ഈ രാജ്യത്തിന് ഉണ്ടായിട്ടില്ല. 86 രൂപയാണ് ഡോളറായിട്ടുള്ള മത്സരത്തിൽ. ഇത് കിടക്കണ വീണുതല്ലോ കിടക്കുന്നു ധരണയിൽ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയുടെ പൈസ. RSS-കാരൻ ചോദിക്കും അതിനെ കുറിച്ച് വല്ല വർത്താനോ? ദേശസ്നേഹം ഉണ്ടായിട്ട് എങ്ങനെയാണ് ഇന്ത്യയുടെ പൈസ ഇങ്ങനെ പൊളിഞ്ഞു പോയത്? ഇന്ത്യ രാജ്യം ഉണ്ടായതിനു ശേഷം ഇത്രമാത്രം തൊഴിലില്ലായ്മ ഉണ്ടായ ഒരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. സംഘപരിവാരത്തിന്റെ സുവർണ കാലഘട്ടത്തിൽ ആകെ 10 കൊല്ലം കഴിഞ്ഞ് 12ാമത്തെ കൊല്ലം അധികാരത്തിൽ മുടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. തൊഴിലില്ലായ്മയിൽ ഏറ്റവും കൂടുതൽ ചെറുകിട സംവിധാനങ്ങൾ പൂട്ടിക്കൊണ്ടിരിക്കുക, കർഷകന്മാര് സമരം ചെയ്തുകൊണ്ടിരിക്കുക, വിലക്കയറ്റം കൊണ്ട് നിൽക്കാൻ പറ്റണില്ല. ഏതൊരു കച്ചവടക്കാരനോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, ആരെങ്കിലും ഒരു കച്ചവടക്കാരൻ പറയോ വളരെ നല്ല സാമ്പത്തിക അന്തരീക്ഷമാണ്, വിപണി സജീവമാണ്, എന്തും നമുക്ക് ചെയ്യാം, ധൈര്യപൂർവ്വം ഇടപാടുകളും ഏർപ്പാടുകളും ഒക്കെ നടത്താൻ പറ്റുന്ന ഒരു വ്യാവസായിക വിപണി സൗഹൃദാന്തരീക്ഷമുള്ള ഒരൊറ്റ കച്ചവടക്കാരൻ പറയില്ല. അറിയോ നിങ്ങൾ? ഒരു കച്ചവടക്കാരൻ ശരിക്കും നെഞ്ചു തൊട്ട് നിങ്ങൾ ചോദിച്ചു നോക്ക്. എല്ലാവരും ഇപ്പോ പഠിച്ച സംരംഭങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന പാരമ്പര്യമായി എടുക്കുന്ന തൊഴിലിൽ നിന്നൊക്കെ ഉള്ള നിലക്ക് എടുത്തിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കച്ചവടക്കാര്. മുടിഞ്ഞ് കുത്തുവാള എടുക്കാൻ പറ്റുന്ന ഘട്ടത്തിലാണ് ഉള്ളത്. അതുപോലെ തന്നെ ദാരിദ്ര്യരേഖയിൽ ഇന്ത്യ ഇപ്പൊ എവിടെ കിടക്കണമെന്ന് നിങ്ങൾ എടുത്ത് പരിശോധിച്ചോ? സംഘപരിവാർ വരിക്കാൻ തുടങ്ങിയിട്ട് പാകിസ്ഥാനും പാകിസ്ഥാനും ശ്രീലങ്കയൊക്കെ ഇന്ത്യയെക്കാൾ മുന്നോട്ട് കയറി പോയിക്കണ്. ഇന്ത്യ രാജ്യം എവിടെ കിടക്കണം നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ചു നോക്ക്. എന്ന് പറഞ്ഞാൽ അന്തസ്സോടെ കൂടി ഈ രാജ്യത്തെ നടത്തിയ എന്തെങ്കിലും ഒരു സൽകൃത്യങ്ങൾ പ്രസംഗിക്കാനില്ലാത്ത സംഘപരിവാർ തെരഞ്ഞെടുപ്പുകളിൽ മുഴുവൻ നടത്തിയത്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പൊക്കെ നടത്തിയ പ്രസംഗം യൂട്യൂബിലൊക്കെ കിടക്കുന്നുണ്ടാവും. നിങ്ങൾ എടുത്തൊന്ന് പരിശോധിച്ചു നോക്കണ്ടോ? ഒരു പ്രധാനമന്ത്രി വന്നിട്ട് പറയേണ്ടത് എന്താ? ബാബരി മസ്ജിദിന്റെ പ്രശ്നം, അല്ലെങ്കിൽ രാമക്ഷേത്രത്തിന്റെ പ്രശ്നം, ഇതാ ഇവിടുത്തെ മനുഷ്യർക്ക് വേണ്ടി ഞങ്ങൾ റേഷൻ ഷോപ്പിലൂടെ ഇങ്ങനെ ചെയ്തു, പെട്രോൾ പമ്പിലൂടെ ഞങ്ങൾ ഇങ്ങനെ ചെയ്തു, അതുപോലെ തന്നെ സൗഹാർദ്ദ സംവിധാനം ഇങ്ങനെ ചെയ്തു, കൃഷിക്കാർക്ക് ഇങ്ങനെ ചെയ്തു കൊടുത്തു, ചെറുകിടക്കാർക്ക് ഞങ്ങൾ എങ്ങനെ ചെയ്തു കൊടുത്തു. ഇതൊന്നും പറയാൻ കഴിയാത്ത പ്രധാനമന്ത്രി 120 160 പൊതുസമ്മേളനത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം പ്രസംഗിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ പാർലമെന്റ് ഇലക്ഷനുമായിട്ട് ഇത്രമാത്രം വർഗീയമായി. ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ അത്രയും ദുർബലമാണ് ഈ സാധനം.
അന്തസാര കരുത്തില്ലാത്ത, കാതലില്ലാത്ത, ചിതല് കയറിയിട്ടുള്ള കാപട്യത്തിന്റെയും കള്ളത്തരത്തിന്റെയും കുതന്ത്രത്തിന്റെയും നരേഷനുകള്, അതുപോലെ തന്നെ ഫ്രെയിമുകള്, സിനിമകളെ പോലെയൊക്കെയുള്ള അവതരണങ്ങള്, അപകടകരമായ കരിസ്മാറ്റിക് പ്രഭാവങ്ങളൊക്കെ കാണിച്ചിട്ട് പൊതുജനങ്ങളെ വിഡ്ഢികളാക്കി. പിന്നെ EVM മെഷീനൊക്കെ ഉണ്ട്, അതിലേക്ക് ഞാൻ കടന്നു പോകണില്ല. വളരെ അപകടകരമായ രീതിയിൽ സംഘപരിവാർ അങ്ങനെ ഇങ്ങോട്ട് അവസാനം എന്താ വെക്കുക? മുസ്ലിം പ്രശ്നങ്ങളെയാണ് എടുത്തു കാണി. നമ്മളാകെ മുസ്ലിങ്ങൾ ഇറങ്ങാറാണ്ട ഒരു പ്രശ്നത്തിൽ മാത്രം ഈ രാജ്യത്തിനെ കൊള്ള ചെയ്യാൻ സംഘപരിവാരത്തിന്റെ സവർണ മേധാവിത്വം മുസ്ലിം സമുദായത്തെ നാട്ടക്കുറിയാക്കി നിർത്തിക്കൊണ്ടാണ് ഈ രാജ്യത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതിനെ കവർന്നെടുത്തുകൊണ്ടിരിക്കുന്നത്, ഇതിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കായിട്ടൊരു പ്രശ്നങ്ങളൊന്നുമില്ല, അത് നമ്മുടെ ധൈര്യപൂർവ്വം പറയേണ്ടതാ. മുസ്ലിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, അത് മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നങ്ങളല്ല. ഈ രാജ്യത്തെ 120 കോടിയിൽ 3.1% വരുന്ന സവർണന്മാരുണ്ട്. ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾ മുതൽ എല്ലാ മേഖലയിലും 80% അവരാണുള്ളത്. ദലിതുകളല്ല, പിന്നോക്ക വർഗങ്ങളല്ല, ജാതിയിൽ താഴ്ന്നവരല്ല, സവർണ മേധാവിത്വമാണ്. അതിന്റെ കണക്ക് പറയാൻ ഇപ്പൊ വിഷയമല്ലാത്തതുകൊണ്ട് അതിന്റെ മർമ്മങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകണില്ല. ഈ 3.1% വരുന്ന സവർണ മേധാവിത്വം ഈ രാജ്യത്തെ വരുതിയിൽ നിർത്താൻ ഏറ്റവും സമർത്ഥമായി ഉപയോഗിക്കുന്നത് മുസ്ലിങ്ങളെയാണ്. അപ്പൊ മുസ്ലിങ്ങളെ ഒരു നാട്ടക്കുറിയാക്കിയിട്ടാണ് സംഘപരിവാർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പോയിക്കൊണ്ടിരിക്കുക. ആഗോളതലത്തിൽ അമേരിക്കന്റെയും ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും ഒക്കെ കള്ളനാണയങ്ങളും ഇതേ കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി കേരളത്തിലേക്ക് എത്തുമ്പോഴാണ് നേരത്തെ പറഞ്ഞത് പിണറായി വിജയൻ, CPM-ന്റെ സർക്കാർ എവിടെയാണ് രണ്ടാം പിണറായി എന്ന് പറയുക? കിൽത്തൽ ജനത്തേനി ആത്തത്തു കലഹ വലം തതലിം മിൻഹു. ആ രണ്ടാമത്തെ കൃഷിത്തോട്ടം കൂടി കിട്ടി. ആദ്യം കൊടുത്തു. രണ്ടാമത്തെ സൂറത്തുൽ കഹ്ഫിൽ പറയുന്നുണ്ടല്ലോ, കൃഷിക്കാരനെ കുറിച്ച് പറയുന്നുണ്ട്, 2 കൃഷിത്തോട്ടങ്ങൾ കൊടുത്തവന്, അവന് നല്ല വിളവെടുപ്പ് കിട്ടിയ. മൂന്നാമത് അപ്പാവൻ ചെയ്യുന്ന പണി എന്താ? 2 പ്രാവശ്യം അധികാരം കിട്ടിയ, രണ്ടാമത്തെ അധികാരം കിട്ടിയ ഈ CPM സർക്കാർ ഇപ്പൊ പിടിച്ചു നിൽക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന കുറുക്കുവഴികൾ, നേരത്തെ പറഞ്ഞ മുസ്ലിം ഫോബിക് അന്തരീക്ഷങ്ങൾ, ഇസ്ലാമിക് ഫോബിക് അന്തരീക്ഷങ്ങൾ, അത് പ്രയോഗിച്ചുകൊണ്ട് കേരളത്തിന് ഇപ്പം നടക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട മുസ്ലിം സംബന്ധിയായ ചർച്ചകൾ പോലും നിയമസഭകളിൽ പോലും ബ്രുവറി കേസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, സലീം വധക്കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ഓരോ സലീം പാർട്ടിക്കാരനെ പാർട്ടിക്കാർ കൊന്നു, അറിയോ നിങ്ങൾ? പാർട്ടിക്കാരനെ പാർട്ടിക്കാർ കൊന്ന്, എന്നിട്ട് അതിന്റെ പേരിൽ കൊന്ന് പിരിവെടുത്ത് കാലോച്ച് അവസാനം ആ ചെക്കന്റെ വാപ്പ പറയാണ്, രഹസ്യങ്ങൾ അറിയാവുന്ന 2 ആളുകളെ നിഗൂഢമായി CPM-കാർ തന്നെയാണ് കൊന്നിട്ടുള്ളതെന്ന്. അപ്പൊ ഇവിടുന്ന് വിളിച്ചു പറയണോ, അപ്പൊ മൂപ്പര് പാർട്ടി മാറിയതുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇതൊക്കെ കേരളത്തിൽ ഇതൊന്നും മനുഷ്യർ ചർച്ച ചെയ്യാൻ പാടില്ല. ഇതെന്ന് പറയാം KSEBക്ക് വില കൂടാൻ പോവാണ്. എല്ലാ സംഗതിയിലും വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടി നിൽക്കാൻ വയ്യ കേരളത്തില്. അപ്പൊ എന്ത് ചെയ്യാൻ പാടില്ല? കേരളം ഇതൊന്നും ചർച്ച ചെയ്യരുത്. അതിന് പകരം എന്ത് ചെയ്യണം? ജമാഅത്തെ ഇസ്ലാമി, ഭീകരവാദം, തീവ്രവാദം, ഇസ്ലാമിക ഭീകരവാദം, മുസ്ലിം സംഘടനകൾ എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിലെ ഭരണപരാജയത്തെ മറിച്ചു വെക്കാൻ വേണ്ടി, ഒളിച്ചു വെക്കാൻ വേണ്ടി അണ്ടർഗ്രൗണ്ടിലിരുന്ന് കൃത്രിമമായ ചമൽക്കാരങ്ങൾ ഉണ്ടാക്കി സംഘപരിവാർ എന്ത് പൊറാട്ട നാടകമാണോ കളിക്കുന്നത്, അതേ കളിയാണ് കേരളത്തിലെ CPM-ന്റെ സർക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രയോഗതലത്തില്, ആശയതലത്തിലൊരു പ്രശ്നം ഇതിനുണ്ട്. അതെന്താണെന്ന് പറയുക, നിങ്ങൾ ഇസ്ലാം ഒരു പ്രശ്നം തന്നെയാണ്. ഇമ്പീരിയലിസത്തിന് പ്രശ്നമാണ്, ഫാസിസത്തിന് പ്രശ്നമാണ്, കമ്മ്യൂണിസത്തിന് പോലും പ്രശ്നമായിരിക്കും ചിലപ്പോൾ ഇസ്ലാം. അതുപോലെ തന്നെ ക്യാപിറ്റലിസത്തിന് പ്രശ്നമാണ്, കപടകള്ള കുതന്ത്രശാലികൾക്കൊക്കെ പ്രശ്നമാണ്. ഞാൻ ഇസ്ലാം പ്രശ്നമാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട, ഇസ്ലാം മതത്തിന്റെ പ്രശ്നം മാത്രമാണ് ഇത് എന്നല്ലേ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ മതമൊന്നുമല്ല. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകണില്ല. മുഹമ്മദ് നബി വന്നിട്ട് ഞാൻ ഇസ്ലാം മതം ഉണ്ടാക്കി, യേശു വന്നിട്ട് ക്രിസ്തു മതം ഉണ്ടാക്കി, മോശ വന്നിട്ട് യഹൂദ മതം ഉണ്ടാക്കി, രാമനും കൃഷ്ണനൊക്കെ വന്നിട്ട് ഹിന്ദു മതം ഉണ്ടാക്കി, ബുദ്ധൻ വന്നിട്ട് ബുദ്ധമതം ഉണ്ടാക്കി, ജൈനമതം ഉണ്ടാക്കി എന്നൊന്നും ഒരു ദർശനത്തിലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. വെല്ലുവിളിക്കുക നമ്മള്. ഏതെങ്കിലും പുരുഷന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതാ ഈ ജാതിയുടെ മതം, ഈ വർഗത്തിന്റെ മതം, ഈ സമുദായത്തിന്റെ മതം, ഈ പ്രദേശത്തിന്റെ മതം, അതുണ്ടാക്കാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ലോകത്ത് അങ്ങനെയാണെങ്കിൽ അവർ അക്രമകാരികളായിരിക്കും, അപകടകാരികളായിരിക്കും. ജാതികളുടെയും സമുദായത്തിന്റെയും വംശത്തിന്റെയും ദേശീയതയുടെയും മറവിൽ ഒളിച്ചിരുന്നു കൊണ്ടാണ് പ്രവാചകന്മാർ സംസാരിച്ചിട്ടുള്ളതെങ്കിൽ ഇത് നമ്മൾ കെട്ടിവെച്ചത് അവരുടെ ചുമലില്ലേ. മുഹമ്മദ് നബി വന്നിട്ടില്ലേ ഞാൻ മുസ്ലിം മതസ്ഥാപകനാണെന്ന്, യേശു വന്നിട്ട് പറഞ്ഞില്ല ഞാൻ ക്രിസ്തു മതസ്ഥാപകനാണെന്ന്, മോശ വന്നിട്ട് പറഞ്ഞില്ല ഞാൻ യഹൂദ മത സംസ്ഥാപകനാണെന്ന്, രാമനും കൃഷ്ണനും ബുദ്ധനും ജൈനനും വാൽമീകി വ്യാസനും ശ്രുതിയും സ്മൃതിയും വേദങ്ങളൊന്നും അങ്ങനെ ഒരു മതത്തിന്റെ സംസ്ഥാപനാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് വന്നിട്ടില്ല. പിന്നെന്തായിരുന്നു അതൊക്കെ? ചരിത്രത്തിൽ ഒരേ ദർശനങ്ങളെ, ദൈവീകമായ മൂല്യങ്ങളെ, ഈശ്വരപ്രോക്തമായ നിലപാടുകളെ, പ്രവാചകത്വപരമായ സന്ദേശങ്ങളെ, ദൈവികമായ കൽപ്പനകളെ, അള്ളാഹുവിന്റെ ദീനിനെ, മലയാളത്തിൽ അറബിയിൽ പറയുമ്പോൾ
മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുക്കാനാണ് ഇവരൊക്കെ വന്നിട്ടുള്ളത്. അല്ലാതെ ഓരൊക്കെ ജാതിയായിരുന്നു, മതമായിരുന്നു, വർഗ്ഗമായിരുന്നു, ദേശമായിരുന്നു, ഭാഷയായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ മമ്മൂട്ടിന്റെ വലുപ്പം പോലും ഇവർക്ക് ആർക്കും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പേടിയാണ്. മുഹമ്മദിനെ കുറിച്ച് പറയുമ്പോൾ പേടിയാണ്, രാമനെ കുറിച്ച് പറയുമ്പോൾ പേടിയാണ്. നിങ്ങൾക്ക് മമ്മൂട്ടിയെ കുറിച്ച് പറയാം സെക്യുലറാണ്, അങ്ങനെയുള്ള നമ്മൾ പറയാം. ടെണ്ടുൽക്കറെ കുറിച്ച് പറയാം സെക്യുലറാണ്, രാഹുൽ ഗാന്ധി എന്താണ് നമ്മുടെ രോഹിത് ശർമ്മ സെക്യുലറാണ്, സിനിമാ നടന്മാരും കായിക താരങ്ങളും സാംസ്കാരിക പ്രവർത്തകരൊക്കെയാണ് സെക്യുലർ. പിന്നെ കപട രാഷ്ട്രീയക്കാരും മതപ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ അപ്പൊ പേടി കൊടുക്കും നമുക്ക്. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഹിന്ദുവിന് പേടി, രാമനും കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ മുസ്ലിമിന് പേടി, യേശു എന്ന് പറഞ്ഞാൽ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഒക്കെ പേടി. എന്തിപ്പോ ഇങ്ങനെ പേടിക്കേണ്ട കാര്യം? യഥാർത്ഥത്തിൽ ഇവരാരുടെയും പോക്കറ്റിൽ കിടന്നിട്ട് ആരുടെയെങ്കിലും റിമോട്ട് കൺട്രോളിൽ അവർക്ക് റിമോട്ട് ഉണ്ടായിരുന്നു, അത് ദൈവീകമായ കൽപ്പനകളായിരുന്നു. നിങ്ങൾ അവരെ സൂക്ഷ്മമായിട്ട് എടുത്ത് പരിശോധിച്ചു. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാനൊന്നും ആളല്ല. വിശുദ്ധ ഖുർആൻ മുതൽ ലോകത്ത് നിലനിൽക്കുന്ന ആകാശവേദങ്ങളെയൊക്കെ നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ദൈവീകമായ സിദ്ധാന്തങ്ങളെ കുറിച്ചാണ് ഈ മഹാപുരുഷന്മാർ സംസാരിച്ചിട്ടുള്ളത്. ധർമ്മത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി, മൂല്യങ്ങൾക്ക് വേണ്ടി, മനുഷ്യാവകാശത്തിന് വേണ്ടി, മാനവികതയ്ക്ക് വേണ്ടി, ദൈവികതയ്ക്ക് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ മഹാപുരുഷന്മാര് സംസാരിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞെന്തിനാന്ന് നിങ്ങൾ ആ പരമ്പരയിലെ അവസാനത്തെ കണ്ണിയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. യേശുവിന്റെ തന്റെ സന്ദേശമാണ് മുഹമ്മദ് നബി നടത്തിയിട്ടുള്ളത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്ദേശം തന്നെയാണ് മുഹമ്മദ് നബി നടത്തിയിട്ടുള്ളത്. അബ്രഹാമിന്റെയും ദാവീദിന്റെയും ശലോമാന്റെയും ഒക്കെ കൽപ്പനകൾ തന്നെയാണ് നടത്തിയിട്ടുള്ളത്. കുറച്ചും കൂടി വിശദമായിട്ട് ചിലപ്പോൾ നമ്മൾ പറഞ്ഞാൽ സോക്രട്ടീസും സുരേഷ്ഠരും എന്താണ് നമ്മുടെ തിരുവള്ളവരും അങ്ങനെ ഇങ്ങോട്ട് തുടങ്ങിയിട്ട് രാമനും കൃഷ്ണനും ബുദ്ധനും ജൈനനും ഒക്കെ ചരിത്രത്തിൽ പ്രതിനിധീകരിച്ചിട്ടുള്ള വ്യത്യസ്ത സ്പേസുകളിൽ, വ്യത്യസ്ത കാലങ്ങളിൽ മനുഷ്യ സമൂഹത്തിന്റെ നേരായ വഴികളിലേക്ക് അവരെ നയിക്കുന്നതിന് വേണ്ടി കടന്നു വന്നിട്ടുള്ള വിപ്ലവകാരികളും വിമോചകന്മാരും വിശുദ്ധന്മാരുമായിട്ടുള്ള, അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാ. കപടന്മാർ, കള്ളന്മാർ, തമ്മാടികൾ, സ്വാർത്ഥന്മാർ, അധികാര തൽപരർ, നശിപ്പിക്കുന്നവർ, മുടിക്കുന്നവർ, തുലയ്ക്കുന്നവർ, കട്ടെടുക്കുന്നവർ, മോഷ്ടിക്കുന്നവരായിരുന്നില്ല ഈ മഹാപുരുഷന്മാരാരും. വിശുദ്ധന്മാരും വിപ്ലവകാരും വിമോചകന്മാരും ഒക്കെ ആയിരുന്നു ഇവർ മുഴുവൻ. നിങ്ങൾ ഇത് ഞാൻ പറയുന്ന ഒരു കാര്യങ്ങൾ മനസ്സിലാവാനാണ് പറയുന്നത്. ഇസ്ലാമിന് എന്താണ് പ്രശ്നം എന്നുള്ളത്. ഈ പ്രവാചകന്മാരൊക്കെ വന്നപ്പോൾ ഇവരെ ആരാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്? ഈ മഹാപുരുഷന്മാർ. നിങ്ങളിപ്പോ ഇന്ത്യയിൽ കൃഷ്ണനുണ്ട്, രാമനുണ്ട്. കൃഷ്ണന്റെ എതിരാളി ആരായിരുന്നു? കംസനായിരുന്നു. പിന്നെ ധൃതരാഷ്ട്രരായിരുന്നു, കൗരവരായിരുന്നു. പൊളിറ്റിക്കൽ നേതൃത്വമാണ്, രാഷ്ട്രീയ നേതൃത്വമാണ്. സാധാരണക്കാരെല്ലാവരെ കൈകാര്യം. കംസനാര? ശ്രീകൃഷ്ണന്റെ അമ്മാവന. കൗരവന്മാരെന്ന് പറയുന്നത് ആരാ? പാണ്ഡവരുടെ മുത്തച്ഛനാണ്, എളാപ്പ മുത്താപ്പ മക്കളാണ് ഈ കൗരവർ. അല്ല ഹിന്ദു മുസ്ലിം പ്രശ്നമോ ഇന്ത്യ പാക് പ്രശ്നമൊന്നും അല്ലാതെ. അങ്ങനെയൊക്കെയല്ലേ സംഘപരിവാർ എല്ലാറ്റിനും വ്യാഖ്യാനിട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാറ്റിനെയും വിഭജിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സംഭവങ്ങൾ, ഒന്ന് കുരുക്ഷേത്ര യുദ്ധമാണ്, രണ്ടാമത്തത് കംസവധമാണ്. ഈ കംസൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അമ്മാവനായിരുന്നു. കംസൻ സ്വപ്നം കണ്ട്. എന്താ പ്രശ്നം? പിണറായി ഒക്കെ കാണുന്ന സ്വപ്ന, നരേന്ദ്രമോദിയൊക്കെ കാണുന്ന സ്വപ്ന, ട്രംപ് ഒക്കെ കാണുന്ന സ്വപ്ന എന്താണ്? ഈ കൃഷ്ണൻ വളർന്നു വന്നാൽ എന്നെ തകർത്തു കളയും, എന്റെ സിദ്ധാന്തങ്ങളെ പൊളിച്ചു കളയും, എന്റെ ആശയങ്ങളെ വെല്ലുവിളിക്കും, എന്റെ നിലപാടുകൾക്കെതിരെ സംസാരിക്കും. ആര്? ജനിച്ചിട്ടില്ലാത്ത കൃഷ്ണൻ പോലും. ഇയാളെ കിനാവുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള തീവ്രവാദം, ഭീകരവാദ നിയമങ്ങളൊക്കെ ലോകത്ത് വരുന്നത്. ടെററിസത്തിന്റെ ആരോപണങ്ങൾ, അതുപോലെ തന്നെ അപകടകരമായ വർഗീയ, ജാതീയ, സാമുദായിക ആരോപണങ്ങൾ. കംസൻ ആദ്യം തന്നെ കൊടുക്കുന്ന നിയമമാണ്. ശ്രീകൃഷ്ണനെതിരെ ഭീകരവിരുദ്ധ നിയമം കൊണ്ടുവന്നു. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഷെറീൻ പറഞ്ഞല്ലോ, ഈ എന്താണ് ഭീകരവാദം എന്നുള്ളതിനെ കുറിച്ച് വ്യാഖ്യാനം പോലും യുണൈറ്റഡ് നേഷൻ മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കം പറഞ്ഞിട്ടില്ല, RSS അടക്കം പറഞ്ഞിട്ടില്ല. അതിന്റെ വ്യാഖ്യാനം എങ്ങാനും പറഞ്ഞാൽ ആദ്യം കൊടുങ്ങ ഇസ്രായേലായിരിക്കും, രണ്ടാമത് സംഘപരിവാരമായിരിക്കും, മൂന്നാമത്തത് അമേരിക്കയായിരിക്കും. അവരൊക്കെ കുടുങ്ങിയാൽ ആ പാറ്റേണിലേക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ചിലപ്പോൾ കയറി പോകേണ്ടി വരും. അത്രമാത്രം മാരകമാണ് ലോകത്ത് ഇവർ നടത്തിയിട്ടുള്ള ഭീകരമായ താണ്ഡവങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഓലാരും അതിന്റെ നിർവചനം പറഞ്ഞിട്ടില്ല. പിന്നെന്താ പറയാ? ഇപ്പോ മറ്റേ ഇയാള് കയറിയിട്ട് ഹൂത്തികൾ ഭീകരന്മാരാന്ന് പ്രഖ്യാപിച്ച്. ആര്? നമ്മുടെ ട്രംപ്. അവനാന് തോന്നിയവരൊക്കെ ഭീകരന്മാരായിട്ട് പ്രഖ്യാപിക്കുക. മുസ്ലിം നാമധാരികൾ ഭീകരന്മാരാണ്, മുസ്ലിം സംഘടനകൾ ഭീകരന്മാരാണ്, അതേപോലെ നമുക്ക് തോന്നിയ മറ്റേ സംഘടന ഭീകരനാണ്. ഒന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും താല്പര്യത്തിന് വെച്ച്. അപ്പൊ കംസൻ വളരെ കൃത്യമായിട്ട് പ്രഖ്യാപിച്ച് എന്ത്? ജനിക്കാൻ പോകുന്ന കൃഷ്ണൻ ഭീകരനാണ്. അങ്ങനെ ബാക്കി പുരാണൊക്കെ നിങ്ങൾ വായിച്ചാൽ മതി. ഭഗവത്ഗീതയിലും അതുപോലെ തന്നെ എന്താണ് ദേവി മഹാഭാഗവതത്തിലും ഭഗവത്ഗീതയിലും ഒക്കെ അതിന്റെ സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിനൊക്കെ പുനർവായന നടത്തണം നമ്മൾ. ഓരോ അന്ധവിശ്വാസ ആചാര അനുഷ്ഠാന സംഘപരിവാറിന് മേധാവിത്വം കിട്ടാൻ വേണ്ടി ശ്രീകൃഷ്ണ ജയന്തി നടത്തി ആചാരമാണ്, അനുഷ്ഠാനമാണ് എന്ന് പറയുന്നതിന് പകരം ശ്രീകൃഷ്ണൻ ആരായിരുന്നു അദ്ദേഹത്തിന്റെ എതിരാളി? നമ്മൾ പഠിക്കുമ്പോ കംസൻ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ നേതൃത്വം, രാഷ്ട്രീയ നേതൃത്വം, അവിടുത്തെ മത നേതൃത്വങ്ങൾ, അതുപോലെ തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾ കംസന്റെ കൂടെയാണ് ഉണ്ടായിരുന്നത്. ശ്രീകൃഷ്ണനെ വേട്ടയാടാൻ ജയിലിലടച്ചു.
അങ്ങനെ ശ്രീകൃഷ്ണനെയല്ല അച്ഛനെയും അമ്മനെയും ഈ കുട്ടി ജനിക്കാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് ശ്രീകൃഷ്ണന്റെ മുമ്പ് ജനിച്ച 7 കുട്ടികളെ ഭീകരന്മാരാന്ന് പറഞ്ഞിട്ട് ഇയാൾ കൊന്നിട്ടുണ്ട്. ആര്? കംസൻ കൊന്നിട്ടുണ്ട്. ദൈവത്തിന്റെ കൃപ കൊണ്ടും ദൈവത്തിന്റെ ഇടപെടൽ കൊണ്ടുമാണ് പിന്നെ ശ്രീകൃഷ്ണൻ. പക്ഷേ ശ്രീകൃഷ്ണൻ കൈകാര്യം ചെയ്തു കംസനെ. സ്വന്തം അമ്മാവനാ നോക്കിയിട്ടൊന്നുമില്ല. കാരണം എന്താ അതിന്റെ പ്രശ്നം? കംസൻ പ്രശ്നക്കാരനാണ്. അത് ജാതീയമായ പ്രശ്നമല്ല, മതപരമായ പ്രശ്നമല്ല, വംശീയപരമായ പ്രശ്നമല്ല, ദേശീയതയുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല, നമ്മൾ കാണുന്ന ഏതെങ്കിലും അടിസ്ഥാനത്തിലുള്ള പ്രശ്നങ്ങളല്ല. കംസൻ അപകടകാരിയാണ്, അധാർമികത. അപ്പോ പൊളിറ്റിക്കൽ നേതൃത്വമായിരുന്നു കംസന്റെ എതിരാളി. രാവണനാണ് ശ്രീരാമനെതിരെ യുദ്ധം ചെയ്തിട്ട് വന്നിട്ടുള്ളത്. അതിന്റെയൊക്കെ പുനർവായനകളുണ്ട്, അതിലേക്ക് ഞാനിപ്പോ കടന്നു പോകണമെന്നില്ല. അതുപോലെ മോശ പ്രവാചകൻ അക്രമിയായിട്ട് പ്രഖ്യാപിച്ച ഫറോവയാണ്. അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഉദ്യോഗസ്ഥൻ ഹാമാനാണ് എന്ന് പറഞ്ഞ അവിടുത്തെ ഇന്റലിജൻസ്, അവിടുത്തെ സോഷ്യൽ മീഡിയ, അവിടുത്തെ കോടതി, അവിടുത്തെ പോലീസ്, ഇതിന്റെയൊക്കെ ഉദ്യോഗസ്ഥ മേധാവിത്വത്തിന്റെ പ്രതീകമാണ് ഹാമാൻ. അധികാര കേന്ദ്രങ്ങളെ നിയന്ത്രിക്കുന്നവൻ അയാൾ പ്രഖ്യാപിച്ചു. കാറൂന് അവിടുത്തെ നമ്പർ 1 മുതലാളി. ക്യാപിറ്റലിസത്തിന്റെ തലതൊട്ടപ്പന്മാർ അവർ 3 ആളും പ്രഖ്യാപിച്ചു മൂസ പ്രശ്നക്കാരനാണ്. മൂസ അല്ല, സാധാരണക്കാരൊന്നുമല്ല സമരം നടത്തുന്നത്. മൂസ നബിയെ കൊല്ലാൻ മൂസായെ വിട്, അവനെ ഞാൻ തലവെട്ടാൻ പോവാണ്, കൊന്നളയാൻ പോവാണ്. ഇബ്രാഹിം നബിക്ക് അഗ്നികുണ്ഡം ഒരുക്കി. ആരാണ് ഒരുക്കിയത്? നമ്രൂദാണ്, ആസറാണ്. ഇതൊക്കെ ചരിത്രമാണ്. മുഹമ്മദ് നബിയെ നാട് കടത്താൻ തീരുമാനിച്ചു. അവിടുത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ബാങ്കിംഗ് ഏജൻസിയും അതുപോലെ തന്നെ ബിസിനസ് താല്പര്യങ്ങളും ഉണ്ടായിരുന്ന അബൂലഹബ് നബിയുടെ പിതൃവ്യനായിരുന്നു, ഉപ്പയുടെ സഹോദരനായിരുന്നു. നമ്മൾ പഠിക്കണം. മതപരോ ജാതിയോ വംശീയോ എന്നല്ല പ്രശ്നം. മുഹമ്മദ് നബിയുടെ ഉപ്പയൊത്ത സഹോദരനാണ് അബൂലഹബ് എന്ന് പറയുന്നവൻ. ആ മഹാമാന്യദേഹം മുതൽ അബൂജഹൽ അടക്കമുള്ള, അബൂ സുഫിയാൻ അടക്കമുള്ള ഒക്കെ സാമ്പത്തിക താല്പര്യങ്ങളായിരുന്നു. കാബയുടെ പൊതുസ്വത്ത് കവർന്നെടുത്ത് അടിമകൾക്കും വിധവകൾക്കുമുള്ള സമ്പത്തിനെ അടക്കം നമ്മുടെ ബാങ്കിലെ പണമെടുത്ത് സംഘപരിവാർ എന്ന് അദാനിക്കും അംബാനിക്കും ഒക്കെ കൊടുക്കുന്നത് പോലെ നമ്മളുടെ രാജ്യത്തിന്റെ പൊതുസമ്പത്തെടുത്ത് പാർട്ടി വളർത്താനും ഉദ്യോഗസ്ഥ സംഘടനയിലെ ആളുകളെ വളർത്താനും ഒക്കെ പാർട്ടികൾ ഉപയോഗിക്കുന്നത് പോലെ അബൂജഹലും അബൂലഹബും അബൂ സുഫിയാനും വലീദ് ഇബ്നു മുഗീറയും ഒക്കെ മക്കയിലെ പൊതുസമ്പത്തെടുത്ത് ദീവാളി കുളിപ്പിച്ച്. അപ്പോഴാണ് മുഹമ്മദ് നബി വന്നിട്ട് പറയുന്നത് വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ വലാ തഅകുലു അംവാലകും ബൈനകും ബിൽ ബാതിൽ വതദ്ലു ബിഹാ ഇലൽ ഹുക്കാം വതഅകുലൂന തുറാസ കലൽ ലമ്മ വതഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ. സമ്പത്ത് കൊണ്ട് അപകടകരമായ വൃത്തികേടുകൾ. അതുകൊണ്ട് അബൂലഹബും അബൂജഹലും ഒക്കെ തിരിച്ച് സ്വന്തം എളാപ്പ മുതൽ ഇവരൊക്കെ ഉണ്ട്. എന്തായിരുന്നു പ്രശ്നം? ഇപ്പൊ ഞാൻ ഇത്ര നിങ്ങളോട് പറഞ്ഞു തരാൻ നിങ്ങള് ഇസ്ലാമിനെ എതിർത്തുകൊണ്ടിരിക്കുന്നവർ അത് യേശുവിനെ എതിർത്തവരാണ്, മോശയെ എതിർത്തവരാണ്, രാമനും കൃഷ്ണനും കൈകാര്യം ചെയ്തവരാണ്, ബുദ്ധനും ജൈനനും കൈകാര്യം ചെയ്തവരാണ്, സോക്രട്ടീസിന് വിഷം കൊടുത്തവരാണ്. ചരിത്രത്തിലെ മഹാവിപ്ലവകാരികളെ മുഴുവൻ കലാപത്തിനും കൊലയ്ക്കും തുറങ്കുകൾക്കും തുറന്നു വെച്ചു കൊടുത്ത അപകടകാരികളായ അന്നത്തെ മതരാഷ്ട്രീയ ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾ. അപ്പൊ അവരുടെ മുമ്പിൽ ഇതിന്റെ അവസാനത്തെ ചേരുവയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇതൊക്കെ കൂടി ഇതിന്റെ അതുകൊണ്ടാ ഖുർആൻ എടുത്ത് പറയുന്നുണ്ട് ഖൂലു ആമന്നാ ബില്ലാഹ്. ഞങ്ങൾക്ക് കിട്ടിയ മുസ്ലിങ്ങളെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഈസാ നബിയിൽ മുസ്ലിങ്ങൾ വിശ്വസിക്കണം. ഈസാ നബി ക്രിസ്ത്യാനികളുടെ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് മാറ്റിയേക്കാൻ പറ്റില്ല. മൂസാ നബിയിലും ഇപ്പൊ ഈ യഹൂദന്മാരെ ബെഞ്ചമിൻ നെതന്യാഹു ഉണ്ടല്ലോ, അദ്ദേഹത്തിന് യേശുവിൽ വിശ്വാസം ഇല്ല എന്ന് മാത്രമല്ല യേശു വ്യഭിചാരപുത്രനാണെന്ന് പറയുന്നത്. ഈ കാസക്കാരും നമ്മുടെ ക്രിസ്ത്യാനികളൊക്കെ എന്തിനാണ് ഈ ഇസ്രായേലിനെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കണമെന്ന് എനിക്കറിയില്ല. കാരണം ഇസ്രായേല് യേശുവിനെ അംഗീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല യേശു വ്യഭിചാര സന്തതിയാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ആ തന്തയില്ലാത്ത ബസ്റ്റാർഡാണ് യേശു എന്നാണ് അവരുടെ അഭിപ്രായം. ബെഞ്ചമിന്റെ നല്ല യഹൂദന്റെയും കെട്ട യഹൂദന്റെയും അഭിപ്രായത. അല്ലാതെ അതിലൊരു യഹൂദനം യേശുവിനെ കുറിച്ച്, യേശുവിന്റെ ഉമ്മുണ്ട് കന്യാമറിയം. ഖുർആൻ ഇന്നല്ലാഹ അസ്തഫാകി വതഹറക വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ. ലോക സ്ത്രീകളുടെ നേതാവായിട്ടാണ് കന്യാമറിയത്തെ വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ കന്യാമറിയത്തെ മേരിയെ, മറിയം ബീവിയെ യഹൂദന്മാർ പറയുന്നത് വേശ്യ എന്നാണ്. അതുപോലെ അനാശ്വാസ പ്രവണതകൾ നടത്തിയ പെണ്ണ് എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു. ആ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് നമ്മളുടെ നരേന്ദ്രമോദിയും അതുപോലെ തന്നെ നമ്മുടെ മഹാനവറുകൾ ട്രംപും. അപ്പുറമൊക്കെ ഞാൻ ഇതിലേക്ക് കൂട്ടിച്ചേർക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഗൾഫിൽ നിന്ന് മുഹമ്മദ് ബിൻ സൽമാനെ കയ്യിലുണ്ടാവും. അവിടെ കടന്നോട്ടെ, നമുക്ക് വിരോധമൊന്നുമില്ല. ഇസ്ലാമിന്റെയും ഹിന്ദുത്വത്തിന്റെയും ക്രിസ്ത്യാനിറ്റിന്റെയും ഒക്കെ പ്രതിനിധികൾ വളരെ അവിഹിതമായ സഖ്യങ്ങൾ കൂടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത്, അതേസമയം ഇസ്ലാമിനോ മോശയെ അംഗീകരിക്കണം, യേശുവിനെ, എല്ലാ പ്രവാചകന്മാരെയും മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ എല്ലാ നന്മകളെയും പ്രതിനിധീകരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് മുഹമ്മദ് നബി ചരിത്രത്തിന്റെ ആധുനികതയിൽ വന്നിട്ടുള്ള ആളാ. നിങ്ങൾക്ക് എടുത്ത് പരിശോധിച്ച് നോക്കുക, വളരെ സുന്ദരമായിട്ട് എടുത്ത് പരിശോധിച്ച് നോക്കുക. കേവല ഒരു സമുദായത്തിന് വേണ്ടി, ഒരു മതത്തിന് വേണ്ടി, ഒരു വർഗത്തിന് വേണ്ടി, ഒരു പാർട്ടിക്ക് വേണ്ടി ഒന്നും സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് അതത് കാലഘട്ടത്തിലെ ഈ മഹാപ്രവാചകന്മാരെ കൈകാര്യം ചെയ്ത അതേ ശക്തികൾ,
ആധുനിക കാലത്ത് അവർക്ക് കൃഷ്ണന് പേടിയാണ്, അവർക്ക് രാമന് പേടിയാണ്. രാവണന് രാമന് പേടിയായിരിക്കും, കംസനും ധൃതരാഷ്ട്രർക്കും ദുര്യോധനനും കൃഷ്ണനെ പേടിയായിരിക്കും. ഒരു സംശയങ്ങൾ വെക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അതിന്റെ അധികാര സംവിധാനങ്ങൾ ഉപയോഗിച്ച് വലിയ വേട്ടകൾ, വലിയ പ്രചരണങ്ങൾ, അതിഭീകരമായ ശൃംഖലകൾ, നെറ്റ്വർക്കുകൾ ഉണ്ടാക്കി കൃഷ്ണനെയും രാമനെയും അബ്രഹാമിനെയും മോശയെയും യേശുവിനെയും മുഹമ്മദ് നബിയെയും ഒക്കെ വേട്ടയാടാൻ വേണ്ടിയിട്ടുള്ള അപകടകരമായ ശ്രമങ്ങൾ അവരെ നടത്തിയിട്ടുണ്ട്. പ്രശ്നം എന്താ? അവരുടെ എക്കണോമിക്കൽ, അവരുടെ പൊളിറ്റിക്കൽ, അതുപോലെ തന്നെ അവരുടെ വ്യക്തിപരവും അധികാരപരവുമായ താല്പര്യങ്ങളെ, അധാർമികതകളെ നട്ടെല്ല് നിവർത്തി ചോദ്യം ചെയ്ത വിപ്ലവകാരികളായിരുന്നു അവർ എന്നുള്ളിടത്ത് വെച്ച് അവരെ കൈകാര്യം ചെയ്ത അതേ വിഭാഗങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇസ്ലാമിനെ അടിക്കണത് ഈസാക്കുള്ള അടിയാണ്, മൂസാ നബിക്കുള്ള അടിയാണ്, രാമനും കൃഷ്ണനും ബുദ്ധനും ജൈനനും ഒക്കെയുള്ള അടിയാണ്. ഒരു മതഭേദ ഗ്രന്ഥങ്ങളും ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. ഞാൻ ട്രംപ് ഉണ്ട് ഇവിടെ, ഞാൻ മോഡി ഉണ്ട് ഇവിടെ, ഞാനുണ്ട് ഇവിടെ. ഞങ്ങൾ പറയും കൃഷ്ണനും രാമനും മുഹമ്മദും ഗീതയും ഖുർആനും ബൈബിളും ഒക്കെ പറഞ്ഞിട്ട് മനുഷ്യനെ ധാർമ്മികവൽക്കരിക്കാനും മൂല്യവൽക്കരിക്കാനും ദൈവികവൽക്കരിക്കാനും നിങ്ങൾ വരരുത്. ഞങ്ങളുടെ അധികാരമാണ് ഇവിടെ നടക്കേണ്ടത്. ഇമ്പീരിയലിസത്തിന്റെ, ക്യാപിറ്റലിസത്തിന്റെ, ഫാഷിസത്തിന്റെ, സയണിസത്തിന്റെ അപകടകരമായ അധിനിവേശങ്ങൾ. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? അങ്ങേ തലക്കൽ നിന്ന് മഹാപ്രവാചകൻ ആദം, ഇബ്ലീസാണ് ആദ്യം തുടങ്ങിയത്, ആദമിനെ ശത്രുവായിട്ട് പ്രഖ്യാപിച്ച് അവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് മുഹമ്മദ് നബി അടക്കമുള്ള സകല ആളുകളെയും. അപ്പൊ ഇപ്പത്തെ പുതിയ പ്രശ്നം, ഇസ്ലാമിനൊരു പ്രശ്നമുണ്ട്, ഇത് വഴങ്ങാൻ പറ്റില്ല. മുസ്ലിം രാജ്യങ്ങൾ വഴങ്ങിയേക്കാം, മുസ്ലിം സംഘടനകൾ വഴങ്ങിയേക്കാം, മുസ്ലിം സമുദായം വഴങ്ങിക്കൊടുത്തേക്കാം, പക്ഷെ എന്നാ പോലും വഴങ്ങൂലട്ടോ. അപ്പൊ ഇന്ത്യയിൽ സംഘപരിവാരത്തിന് വഴങ്ങാത്ത ഏതെങ്കിലും ഒരു സമുദായം ഉണ്ടെങ്കിൽ അത് മുസ്ലിങ്ങളായിരിക്കും ഇന്ത്യയിലെ. നിങ്ങളടുത്ത് പരിശോധിച്ച് നോക്ക്, സംഘപരിവാരം എന്ന് പറയുന്ന മഹാഭീകരൻ അതിനിഷ്ഠൂരമായ പ്രയോഗങ്ങൾ നടത്തിയിട്ട് പോലും വോട്ടിലും വഴങ്ങിയിട്ടില്ല. ഒരു സംവിധാനം എന്നല്ല, പൊളിറ്റിക്കലി ഏറ്റവും ഭീകരമായി, ഏറ്റവും കൃത്യമായി സംഘപരിവാരത്തെ വെള്ളം കുടിപ്പിക്കാൻ ആരെങ്കിലും ഇന്ത്യയിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ സമൂഹം കൂടിയാണ് മുസ്ലിം സമുദായം. ദാരിദ്ര്യമുണ്ട്, പട്ടിണിയുണ്ട്, സാമൂഹിക പ്രശ്നങ്ങളുണ്ട്, വിദ്യാഭ്യാസമില്ലായ്മയുണ്ട്, എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. നിരന്തരമായ ആക്ഷേപങ്ങളും അടിച്ചമർത്തലുകളും മുൻധാരണകളും ഒക്കെ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും ഇന്ത്യയിലെ മുസ്ലിം സമുദായം സംഘപരിവാരത്തിന്റെ പൊറാട്ട് നാടകങ്ങളെ ധൈര്യപൂർവ്വം എഴുന്നേറ്റ് വഴങ്ങൂല. അങ്ങനെ ഇങ്ങനെയൊന്നും മുസ്ലിങ്ങൾ വഴങ്ങൂല. വഴങ്ങണമെങ്കിൽ അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാല്, അതുകൊണ്ട് മുസ്ലിങ്ങളൊക്കെ എല്ലാം കൂടി ഭയങ്കര മുസ്ലിം എല്ലാം വളരെ മെച്ചപ്പെട്ട എന്ന എല്ലാ മുസ്ലിങ്ങളും ഹിന്ദുവും ക്രിസ്ത്യാനിയും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും BJP-ക്കും ഒക്കെ ഇപ്പൊ പ്രശ്നങ്ങളുണ്ട്. ആദർശങ്ങൾ അറിയാത്ത, നിലപാടുകൾ അറിയാത്ത, നിയമങ്ങൾ അറിയാത്ത, മൂല്യങ്ങൾ അറിയാത്ത. എന്നാൽ ഞാൻ എന്താന്ന് വെച്ചാൽ ഞാൻ മുസ്ലിമാണ്, ഹിന്ദുവാണ്, ക്രിസ്ത്യാനിയാണ്, ഞാൻ CPM ആണ്, കോൺഗ്രസ് ആണ്, BJP ആണെന്നൊക്കെ പറഞ്ഞിട്ട് കാറ്റുള്ളപ്പോ തൂറ്റാന്ന് എവിടെയാണ് ലാഭമുള്ളത് വെച്ചെങ്കിൽ അതിന്റെ കൂടെയൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ജനിതകമായി കിട്ടിയതൊക്കെ ഇട്ട് കൊണ്ടുപോയി നടക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. കഥയറിയാതെ ആട്ടം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇസ്ലാമിനൊരു പ്രശ്നമുണ്ട്. ഇസ്ലാം ഇന്ന് ലോകത്തെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലോകത്തിന്റെ എക്കണോമിക്കൽ പ്രശ്നങ്ങൾ, ലോകത്തിന്റെ പൊളിറ്റിക്കൽ പ്രശ്നങ്ങളും, ലോകത്തിന്റെ പരിസ്ഥിതി പ്രശ്നങ്ങൾ, ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യത്വ വിരുദ്ധമായ എല്ലാ പ്രവണതകളെയും, എല്ലാ പ്രവാചകന്മാരുടെയും മൂല്യങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട്, എല്ലാ വേദഗ്രന്ഥങ്ങളുടെയും സാരാംശങ്ങളെ ഉൾച്ചേർത്ത് വെച്ചുകൊണ്ട് അതിശക്തമായി വെല്ലുവിളിക്കാൻ ഇത് ശരിയല്ല, ട്രംപ് ശരിയല്ല, നരേന്ദ്രമോദി ശരിയല്ല, പിണറായി ഈ കളിയാണ് കളിക്കുന്നതെങ്കിൽ ഇത് ശരിയല്ല എന്ന് പറയാൻ ആർക്ക് പറ്റും? വേദം പിടിച്ചവർക്ക് പറ്റും, കിതാബ് പിടിച്ചവർക്ക് പറ്റും, ദൈവികമായ വായനകൾ നടത്തുന്നവർക്ക് പറ്റും, മനുഷ്യന്റെ പക്ഷത്ത് നിന്ന് കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നവർക്ക് സാധിക്കും. ഇത് പറയുമ്പോഴാണ് ഇസ്ലാമിന് പ്രശ്നമാണത്. അല്ലാതെ ഇപ്പൊ ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അമ്പലത്തിലോ പള്ളിയിലോ ചർച്ചിലോ പോയിട്ട് പൂജ നടത്തിക്കോ, ഹരേ കൃഷ്ണ ഹരേ രാം ഹല്ലേലൂയ ഹല്ലേലൂയ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്പലത്തിലും പള്ളിയിലും ചർച്ച പൂജയും വഴിപാടും നടത്താൻ തീരുമാനിച്ചിട്ടൊന്നുമല്ല രാമനും കൃഷ്ണനെയും കംസനും രാവണനും വേട്ടയാടിയിട്ടുള്ളത്. മുഹമ്മദ് നബിയെ നാട് കടത്താൻ തീരുമാനിച്ചത് സാമ്പത്തിക അസമത്വങ്ങൾ മുതൽ സാമൂഹിക അസമത്വങ്ങൾ അടക്കമുള്ളതിന്, ആരാധനകളുടെ അന്ധവിശ്വാസങ്ങൾ മുതൽ സമാധിയും മുദബ്ബിറ ആലമുകളും ഒക്കെ ഉള്ള നാടാണുള്ളത്. ലോകം നിയന്ത്രിക്കുന്ന ഔലിയാക്കന്മാരെ കണ്ട് നമുക്ക് അങ്ങനെയുള്ള വലിയ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മുതൽ ആഗോളവൽക്കരണത്തിന്റെ അടിമച്ചങ്ങലകളെ അടക്കം ധൈര്യത്തോടു കൂടി കൈകാര്യം ചെയ്തവരാ മഹാപ്രവാചകന്മാർ. അപ്പൊ ആ പ്രവാചകന്മാരുടെ ദർശനം എന്നുള്ളവർക്ക് ഇസ്ലാമിന് പ്രശ്നമുണ്ട്.
ഇസ്ലാമിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ മാത്രം പ്രശ്നമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ ദൈവീക വേദഗ്രന്ഥങ്ങളുടെയും അവസാനത്തെ, മുഹമ്മദ് നബിക്ക് ശേഷം വേറെ നബി വന്നിട്ടില്ല. അങ്ങനെ ലോകത്തുടനീളം പഠിച്ചോ, മുഹമ്മദ് നബിക്ക് ശേഷം 1400 വർഷങ്ങളായിട്ട് അങ്ങനെ രാമനെ പോലെ, കൃഷ്ണനെ പോലെ, ബുദ്ധനെ പോലെ, ജൈനനെ പോലെ, മുഹമ്മദ് നബിയെ പോലെ, യേശുവിനെ പോലെ തലയെടുപ്പുള്ള ഒരു ലോകമറിയപ്പെടുന്ന ഒരു വ്യക്തിത്വം മുഹമ്മദ് നബിക്ക് ശേഷം ഉണ്ടായിട്ടില്ല. ഉള്ളതൊക്കെ ഒരു കാല മാർക്സ് അല്ലെങ്കിൽ ലെനിന് അല്ലെങ്കിൽ നമ്മളപ്പുറത്തെ റാസ്പുട്ടിൻ, ഈ പുട്ടിൻ എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ആ ദൈവങ്ങൾ, ഈ പറഞ്ഞ ആള്, അതൊക്കെ ഒരു 100 കൊല്ലം 200 കൊല്ലത്തിന്റെ ഇടയിൽ ഇത് കിടക്കണ് ആരും ആരുടെ മുമ്പിലേക്കും. പക്ഷെ ഇവരൊക്കെ ആ നക്ഷത്രങ്ങളെ പോലെ, ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി സിറാജൻ മുനീറ, കത്തി നിൽക്കുന്ന നക്ഷത്രങ്ങളെ പോലെ നിരന്തരമായി പ്രകാശം വിതറി ഈ മഹാപ്രവാചകന്മാരും അവരുടെ വേദഗ്രന്ഥങ്ങളും അവരുടെ ദർശനങ്ങളും ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഇതിലൊക്കെ ഉണ്ട്, എങ്കിൽ പോലും വളരെ മനോഹരമായിട്ട് നിലനിൽക്കുന്നുണ്ട്. പിന്നെ ആരും വന്നിട്ടില്ല. ഇപ്പൊ ഈ മുഹമ്മദ് ഇസ്ലാം ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹിനെ കുറിച്ചൊരു കാഴ്ചപ്പാട് ജമാഅത്തെ ഇസ്ലാമിനുണ്ട്. ദൈവം എല്ലാവരുടേതുമാണ്. ഇപ്പൊ അള്ളാഹ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ ദൈവം എന്നൊക്കെ പറയുന്നുണ്ട്. വെറുതെ പറയുന്ന വർത്താനുള്ളതൊക്കെ. അള്ളാഹു എന്ന് പറഞ്ഞാൽ അറബിയിൽ അൽ ഇലാഹ്, ഇലാഹ് എന്നുള്ളത് ബൈബിളിലൊക്കെ വന്ന പ്രയോഗം. ഏലി ഏലി ഏലേഹിം ഏലേഹി എന്നൊക്കെ പറഞ്ഞിട്ട് അരമായ ഹീബ്രു ഭാഷയിലും അറബിയിലും പ്രയോഗിച്ചിട്ടുള്ള പദപ്രയോഗമാണത്. യേശുക്രിസ്തു കുരിശിൽ പോകുമ്പോൾ പറയുന്നുണ്ട്, ഏലി ഏലി ലമാ ശബക്തനി ഇലാഹേ ഇലാഹേ, നീ എന്താണ് എന്നെ രക്ഷിക്കാത്തത്? ഞാൻ ഈ കുരിശിൽ കിടന്ന് പിലാത്തോസും കയ്യാസോഫും പറഞ്ഞു കൊടുത്ത് മരിക്കാൻ പോവാണല്ലോ, നീ എന്തുകൊണ്ട് എന്നെ രക്ഷിക്കുന്നില്ല എന്ന് ആ കുരിശിലേറ്റപ്പെട്ട പ്രിയപ്പെട്ട ആള് യേശു അല്ലാതെ വേറെ ആളാണെന്നാ, അതിലേക്ക് നമ്മളിപ്പോ കടന്നു പോകണ്ട. പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട് ഏലി ഏലി ലമാ ശബ, ആ ഇലാഹിനെ കുറിച്ച് ഇപ്പൊ സോഷ്യൽ മീഡിയ ഒന്നുമില്ല. മുസ്ലിങ്ങളുടെ ഗോത്ര ദൈവം, അങ്ങനെ ഗോത്ര ദൈവമൊന്നുമില്ല. ഇപ്പൊ നമ്മളെ ഗോത്രത്തിന്റെ പ്രധാനമന്ത്രിയാണെന്ന് പറയാം നരേന്ദ്രമോദിയെ കുറിച്ച്, ഗോത്രത്തിന്റെ മുഖ്യമന്ത്രിയാണെന്ന് പറയാം പിണറായിനെ കുറിച്ച്, കേരളത്തിന്റെ മുഖ്യമന്ത്രി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഈ യുണൈറ്റഡ് നേഷന്റെ പ്രസിഡന്റ്, അതിങ്ങനെ വിശാലമായിട്ട് പോവാ. ആ മഹാദൈവത്തെ പ്രപഞ്ചങ്ങളുടെ മുഴുവൻ, ഈശ്വരൻ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം, വരം എന്ന് പറഞ്ഞാൽ സൃഷ്ടികർത്താവ്, ഈശ്വരൻ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചങ്ങളുടെ സൃഷ്ടികർത്താവ്. ഏതെങ്കിലും ഒരു പരമാണു മാത്രമല്ല, അല്ലറ ചില്ലറ ഏതെങ്കിലും ഒരു പഞ്ചായത്തിന്റെയും ബ്ലോക്കിന്റെയും വാർഡ് മെമ്പറും കൗൺസിലറും പ്രസിഡന്റും പ്രധാനമന്ത്രിയൊന്നും അല്ല. ഈ മഹാപ്രപഞ്ചങ്ങളെ മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ദൈവം നമ്പുരാൻ. അതിന് അറബിയിൽ പറയുന്ന പേരാണ് അള്ളാഹു. ഈശ്വരൻ എന്ന് സംസ്കൃതത്തിലും മലയാളത്തിലൊക്കെ പറയും. അതുപോലെ തന്നെ മഹാവിഷ്ണു, വിഷ്ണു എന്ന് പറയും, ലയിച്ചു കിടക്കുന്നവൻ. നാരായണൻ, ജലത്തിൽ ആസനസ്ഥനായവൻ, ജഗദീശ്വരൻ, ജഗങ്ങളുടെ മുഴുവൻ, ലോകങ്ങളുടെ മുഴുവൻ ഈശ്വരൻ. ലോകം എന്ന് പറഞ്ഞാൽ ഭൂമി, ഇന്ത്യ ഒന്നും മാത്രമല്ല, ചൈന അറേബ്യ ഒന്നും മാത്രമല്ല, അമേരിക്കയും അതുപോലെ തന്നെ കേരളം ഒന്നും മാത്രമല്ല, ഈ മഹാപ്രപഞ്ചങ്ങളുടെ മുഴുവൻ ഈശ്വരനായവൻ. അതാണ് അറബിയിൽ അള്ളാഹു എന്ന് പറയുന്നത്. അള്ളാഹിനെ അംഗീകരിക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ജമാഅത്തെ ഇസ്ലാമി, ഇസ്ലാം അല്ലെങ്കിൽ ദൈവപ്രോക്തമായ എല്ലാ പ്രവാചകന്മാരും പറഞ്ഞിട്ടുള്ള ഏറ്റവും മർമ്മപ്രധാനമായ വർത്താനം എന്താണെന്നറിയോ നിങ്ങൾക്ക്? നിങ്ങൾ ബൈബിൾ എടുത്തോ, ഖുർആൻ എടുത്തോ, ഗീത എടുത്തോ, സന്തവസ്തു എടുത്തോ, തിരുക്കുറൾ എടുത്തോ, ഏതെടുത്തോ, ആദ്യവും അവസാനവും പറയുന്ന വർത്തമാനം എന്താണെന്ന് പറയോ? ദൈവത്തെ അംഗീകരിക്കണം, ഈശ്വരൻ അംഗീകരിക്കണം, അവനെ അനുസരിക്കണം, അവന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് പോകണം. എല്ലാ പ്രവാചകന്മാരും. ജമാഅത്തെ ഇസ്ലാമി ഭയങ്കര പ്രശ്നമാണെന്നൊക്കെയുള്ളത്. ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പൊ പിണറായിനോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിനോടും RSSനോടും മുസ്ലിങ്ങളോടും ഹിന്ദുക്കളോടും ഒക്കെ പറയാനുള്ളത് ഒരു ഒറ്റ വർത്താനാണ്. യാ യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, മനുഷ്യരെ എന്നാണ് വിളിച്ചിട്ടുള്ളത്, അല്ലാതെ ജാതി മതം വർഗം ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ അംഗീകരിക്കണം, നിങ്ങൾ അടിമപ്പെടണം, നിങ്ങൾ അനുസരിക്കണം, നിങ്ങൾ ആരാധിക്കണം. റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിനെ, നിങ്ങളുടെ ദൈവത്തെ, നിങ്ങളുടെ ഈശ്വരനെ, നിങ്ങളുടെ കർത്താവിനെ, നിങ്ങളുടെ റബ്ബിനെ, അള്ളാഹുവിനെ നിങ്ങൾ അംഗീകരിക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കുറച്ച് കാര്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയണത് കേൾക്കുക, ബാക്കി ലീഗ് പറയണത് കേൾക്കുക, പിന്നെ BJP പറയണത് കേൾക്കുക, പിന്നെ കോൺഗ്രസ് പറയണത് കേൾക്കുക, പിന്നെ ക്യാപിറ്റലിസ്റ്റുകൾ പറയണത് കേൾക്കുക. അതല്ലല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? BJP അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? മുസ്ലിം ലീഗ് പറയണത് കേൾക്കണം, CPM പറയണത് കേൾക്കണം, കോൺഗ്രസ് പറയണത് കേൾക്കണം എന്നാ? അല്ല, BJP പറയുന്നത് കേൾക്കാൻ പാടുള്ളൂ എന്നാ. എന്നതുപോലെ ദൈവത്തെ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ദൈവം പറഞ്ഞത് ഇതിലെ കേട്ട് അകരണനാമയജ്ഞവും പ്രാർത്ഥനയും വയലും സുവിശേഷം കേട്ടിട്ട് പോവാന്നൊന്നുമല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഈ പ്രപഞ്ചങ്ങൾക്കൊക്കെ നിയമം നൽകിയിട്ടുള്ള ഈശ്വരൻ, സൂര്യനെ കറക്കുന്നത് അവനാണ്. കമ്മ്യൂണിസത്തിനും BJPക്കും ഇസ്ലാമിനും ഹിന്ദുക്കൾക്കൊന്നും അതിലൊരു പങ്കുമില്ല. സൂര്യൻ തന്നെ ഇനി തിരിയണ്ടെന്ന് തീരുമാനിച്ചാൽ തിരിയാതിരിക്കാൻ പറ്റില്ല. കാരണം ദൈവത്തിന്റെ സൃഷ്ടിച്ചത് അവനാണ്, ശരിപ്പെടുത്തിയത് അവനാണ്, നിർണയിച്ചത് അവനാണ്, അതിന്റെ പാത നിശ്ചയിച്ചു കൊടുത്തവൻ അവനാണ്. ദൈവത്തിന്റെ വിധിയാണ്. കടലിൽ തിരമാലകൾ അടിക്കാതിരിക്കാൻ കടലിന് പറ്റില്ല. അങ്ങനെയാണ് കടലിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. പർവ്വതങ്ങൾക്ക് ഉയരാതിരിക്കാൻ പറ്റില്ല. കാരണം പർവ്വതങ്ങളെ സൃഷ്ടിച്ചത് മതങ്ങളും പാർട്ടികളും സംഘടനകളൊന്നും അല്ല. ദൈവം നമ്പുരാനാണ്, ഈശ്വരനാണ്, ഭഗവാനാണ്.
അതുകൊണ്ട് ദൈവത്തെ അംഗീകരിക്കണം. എല്ലാ മനുഷ്യരോടും ജമാഅത്ത് ഇസ്ലാമിക്ക് അതേ പറയാനുള്ളൂ. ഇത് പറയുന്നതിന്റെ പേരിൽ ആ പ്രശ്നമെങ്കിലും അത് പറയാതിരിക്കാൻ നമുക്ക് പറ്റൊന്നുമില്ല. ഇത് മുഹമ്മദ് നബി പറഞ്ഞതാണ്, യേശു പറഞ്ഞതാണ്, ബുദ്ധൻ പറഞ്ഞതാണ്, ജൈനൻ പറഞ്ഞതാണ്, ലോകത്തെ വന്ന എല്ലാ വേദങ്ങളും പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ദൈവത്തെ അംഗീകരിക്കണമെന്നാണ്. ദൈവത്തെ അംഗീകരിക്കാൻ പറഞ്ഞാൽ ജാതി ദൈവം, കുലദൈവം, തറവാട് ദൈവം, ദേശീയ ദൈവം, വംശീയ ദൈവം, വർഗദൈവം, വർഗീയ ദൈവം, ഇതൊന്നുമല്ല. ഈ മഹാപ്രപഞ്ചങ്ങളുടെ മുഴുവൻ ഉടമസ്ഥനായിട്ടുള്ള എല്ലാ വേദഗ്രന്ഥങ്ങളും നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ള ആ ഈശ്വരന്റെ ദൈവത്തിന്റെ വ്യവസ്ഥ പാലിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. ജമാഅത്തെ ഇസ്ലാമി ഇതാണ് പറയുന്നത്. ഇതാണ് പ്രവാചകന്മാർ മുഴുവൻ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകാൻ ഞാൻ ആളല്ല. ദൈവത്തിന്റെ കൽപ്പനകൾ ഒരിക്കലും വർഗീയാവില്ല, സാമുദായികമാവില്ല, അതിന്റെ സാമ്പത്തികം, അതിന്റെ രാഷ്ട്രീയം, അതിന്റെ കലാ, സാഹിത്യം, വിദ്യാഭ്യാസം, പരിസ്ഥിതി, കുടുംബം, സദാചാരം, ഇതൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. ദേശീയ, വംശീയ, കുടുംബ, സാമുദായിക, ജാതീയ, അധികാര താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാവില്ല. മറിച്ച് എല്ലാ മനുഷ്യർക്കും എടുക്കാൻ കഴിയുന്ന, എല്ലാ മനുഷ്യർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന വായു പോലെ, വെള്ളം പോലെ തന്നെ അതിന്റെ സമ്പദ് വ്യവസ്ഥയും, അതിന്റെ സദാചാരവും, അതിന്റെ കുടുംബവും, അതിന്റെ പരിസ്ഥിതിയും, അതിന്റെ വിദ്യാഭ്യാസവും, അതിന്റെ രാഷ്ട്രീയവും, അതിന്റെ മതവും ഒക്കെ എല്ലാവർക്കും ലഭിക്കുന്നതായിരിക്കും. ഇത് ജമാഅത്തെ ഇസ്ലാമി ധൈര്യപൂർവ്വം മനുഷ്യരോട് മുഴുവൻ പറയുന്ന വർത്താനതായ ഇതെല്ലാ പ്രവാചകന്മാരും പറഞ്ഞ ആ ഭാഗം ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രവാചകന്മാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ഇസ്ലാമിന് പ്രശ്നങ്ങളുണ്ട്. അതെല്ലാ ദൈവങ്ങളുടെ സന്ദേശങ്ങൾ അതിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പൊ പ്രത്യേകമായ പ്രശ്നങ്ങളുണ്ട്. എന്താ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രശ്നം? കുമ്പളയിലെ ജമാഅത്തെ ഇസ്ലാമിക്കാരല്ലേ, നിങ്ങൾക്കറിയാലോ. ഇവിടെ അടുത്ത പള്ളിയുണ്ട്, ഈ പള്ളിയുണ്ട്. ചിലപ്പോൾ ഇത്രയും ഓപ്പണായ പള്ളി ഇവിടെ ജമാഅത്തെ ഇസ്ലാമിന്റെ പള്ളികളിലേക്കൊക്കെ ആർക്കും വരാം, ഒരു പ്രശ്നമില്ല. ഒന്ന് വൃത്തിയും വെടിപ്പൊക്കെ ഉണ്ടാവണമെന്നുള്ളൂ. ആകെ കൂടി കുത്തഴിഞ്ഞ രീതിയിലാകരുത്. നമ്മളൊരു സ്ഥലത്തൊക്കെ പോകുമ്പോൾ അതിന്റെ വൃത്തിയും ബഹുമാനമൊക്കെ സൂക്ഷിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ആർക്ക് വേണമെങ്കിലും വരാം. ചിലപ്പോൾ എല്ലാ മതസ്ഥരെയും ക്ഷണിക്കുന്ന പള്ളി കൂടിയായിരിക്കും ഈ പള്ളി. ഇപ്പൊ അൽഹംദുലില്ലാഹ് മുസ്ലിം സമുദായത്തിലെ എല്ലാ പള്ളികളിലും അത്തരം ശ്രമങ്ങളൊക്കെ ഉണ്ട്. അറിയാൻ, അടുക്കാൻ, മനസ്സിലാക്കാൻ, തിരിച്ചറിയാൻ, പരസ്പരം കൊടുക്കലുകളും വാങ്ങലുകളും ഒക്കെ നടത്താൻ, കമ്പാർട്ട്മെന്റുകളിലാക്കി സംഘപരിവാരത്തിന്റെ സവർണ താല്പര്യങ്ങൾ ഈ രാജ്യത്തിലെ മനുഷ്യരെ പരസ്പരം അകറ്റിക്കൊണ്ടിരിക്കുമ്പോ, അതും ദൈവവും ഈശ്വരനും മുഹമ്മദ് നബിയും ഖുർആനും ഗീതയും രാമനും ഒക്കെ പറഞ്ഞിട്ടാണ് ഈ കളി നടക്കുന്നത്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ധൈര്യപൂർവ്വം എടുക്ക് വിളിക്കും. നിങ്ങൾ വരും, നമുക്ക് കുറച്ചേരി ഇരിക്കില്ലേ? രാമനെ കുറിച്ച് പറയില്ലേ, മുഹമ്മദ് നബിയെ കുറിച്ച് പറയില്ലേ, യേശുവിനെ കുറിച്ച് പറയില്ലേ, ഗീതയെക്കുറിച്ചും ഖുർആനെ കുറിച്ചും ബൈബിളിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കില്ലേ? എന്താണെങ്കിലും തമ്മിൽ അടിക്കുന്നതിനേക്കാൾ അടുക്കാനുള്ള വകുപ്പുകളാണ് അതിൽ ഉള്ളത്. നമ്മൾ അടുക്കുന്നതിനെ ഭയപ്പെടുന്നവർ നമ്മളെ അടുപ്പിച്ചുകൊണ്ട് അകറ്റാനുള്ള ശ്രമങ്ങളാണ് സ്യൂഡോ സെക്യുലറിസ്റ്റ്, അൾട്രാ സെക്യുലറിസ്റ്റ് പ്രസ്ഥാനങ്ങൾ മുതൽ സംഘപരിവാർ ഭീകരന്മാരടക്കം ഈ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പള്ളിയിലേക്ക് നിങ്ങൾ വന്നാൽ ജമാഅത്തെ ഇസ്ലാമിന്റെ യോഗം കൂടുതലുണ്ട്. ജമാഅത്തെ ഇസ്ലാമി എല്ലാവരും വിളിക്കും. നിങ്ങളൊക്കെ വരാത്തോണ്ടുള്ള പ്രശ്നമാണ്. ആഴ്ചയിൽ ഒരു ദിവസം ജമാഅത്തെ ഇസ്ലാമിക്കാരെ എന്താണെങ്കിലും ഒരു യോഗം കൂടും. നിങ്ങൾ വന്നോക്ക് അതിലേക്ക്. CPM-ന് വരാം, RSS-ന് വരാം, മുസ്ലിം ലീഗിന് വരാം, കോൺഗ്രസിന് വരാം, ആർക്കും വരാം. നിങ്ങൾ വന്ന സന്തോഷമാണ് നമുക്ക്. നിങ്ങൾ വരാത്തോണ്ടുള്ള പ്രശ്നമാണ്. നിങ്ങൾ വന്നിട്ട് നിങ്ങൾ കേട്ടു നോക്ക്. ഞങ്ങൾക്ക് പിന്നെ ഇപ്പൊ നിങ്ങൾ പറയും നിങ്ങൾക്ക് വേറൊരു അജണ്ട ഉണ്ട്, പുറത്തെടുക്കാത്ത അജണ്ട ഉണ്ട്. അത് നിങ്ങൾ പറഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പറയാനില്ല. ഉള്ളതാണ് നമ്മൾ പറയുന്നത്. നമുക്ക് പ്രത്യേകിച്ച് ഒരു അജണ്ടയില്ല. ഉള്ള അജണ്ട എന്താണ്? മനുഷ്യൻ ദൈവത്തെ അംഗീകരിക്കുന്നവനായിട്ട് മാറണം. ആ മൂല്യം, ആ ദൈവത്തെ എങ്ങനെയാണ് അംഗീകരിക്കേണ്ടത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി മഹാപ്രവാചകന്മാർ, അതിലാണ് മുഹമ്മദും രാമനും കൃഷ്ണനും ബുദ്ധനും ജൈനനും അബ്രഹാമും യേശുവും മോശയും ഒക്കെ വന്നിട്ടുള്ളത്. അല്ലാതെ ഓല് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തൊഴിലാളി മുതലാളിയും സവർണനും അവർണനും NSS-ഉം SNDP-യും BDJS ഒന്നും ഉണ്ടാക്കാൻ വന്നവരല്ല അവർ. ദേശീയ വംശീയ പ്രസ്ഥാനങ്ങളുടെ കക്ഷികളല്ല അവർ. ദൈവപ്രോക്തമായ മൂല്യങ്ങളെ, ഈശ്വരന്റെ സിദ്ധാന്തങ്ങളെ, അള്ളാഹുവിന്റെ നിയമങ്ങളെ മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി വന്നിട്ടുള്ള അതിന്റെ പ്രയോക്താക്കളും പ്രബോധകന്മാരുമായിരുന്നു. യത്ലു അലൈഹിം ആയാതിഹി, സ്വയം പിന്തുടരുകയും മറ്റുള്ളവർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന അത്യുജ്വലന്മാരായ വ്യക്തിത്വങ്ങൾ. ജമാഅത്തെ ഇസ്ലാമി അതിൽ പറയും, നിങ്ങൾ ഈ ദൈവിക പ്രവാചകന്മാരുടെയൊക്കെ മൂല്യങ്ങൾക്കനുസരിച്ച് പോകണം. ഈ വേദഗ്രന്ഥങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ആ നിയമങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട വേദഗ്രന്ഥങ്ങളുണ്ട്. വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കണം എന്നൊക്കെ ഈമാൻ കാര്യത്തിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഒന്ന് പഠിച്ചു പരിശോധിച്ച് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് ഇറങ്ങിച്ചെന്നാൽ കിട്ടുന്ന നിയമങ്ങളും ആശയങ്ങളും സിദ്ധാന്തങ്ങളും ഉണ്ട്. ചിലതൊക്കെ പ്രശ്നങ്ങളുണ്ട്, അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയും. അതിനൊരു ഉരക്കല്ലുണ്ടായാൽ മതി. ചെമ്പാണോ, അതല്ല സ്വർണമാണോ, ഇരുമ്പാണോ, അതല്ല വെള്ളിയാണോ എന്നൊക്കെ തിരിച്ചറിയാൻ ഒരു ഉരക്കല്ല് വെച്ചാൽ, കള്ളക്കൂട്ടുണ്ടെങ്കിൽ, കാപട്യമുണ്ടെങ്കിൽ, അതിൽ എന്തെങ്കിലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ, വേദഗ്രന്ഥങ്ങളിലും ദൈവിക ദർശനങ്ങളിലും പ്രവാചകന്മാരിലുമൊക്കെ ആരെങ്കിലും അപകടകരമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരു ഉരക്കല്ല് വെച്ചിട്ട് നമുക്ക് അതിനെ പരിശോധിക്കാൻ പറ്റും. വേദഗ്രന്ഥങ്ങളുടെ പൊതുവായ കൽപ്പനകൾ, അതിന്റെ പൊതുവായ തത്വങ്ങൾ, ഇതിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നാൽ ജമാഅത്തെ ഇസ്ലാമി ഇതാണ് പറയുന്നത്. നിങ്ങളിത് വരും
ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി നിങ്ങളെന്താ ആഗ്രഹിക്കണമെന്ന് വെച്ചാൽ നമ്മൾ രാമന്റെ ഭരണം വരണം, കൃഷ്ണന്റെ ഭരണം വരണം, മുഹമ്മദിന്റെ ഭരണം വരണം, യേശുവിന്റെ ഭരണം വരണം, അബ്രഹാമിന്റെ ഭരണം വരണം, ഹിറ്റ്ലറുടെ ഭരണം വേണം, മുസോളിനിയുടെ ഭരണം വേണം, ഗോഡ്സെയുടെ ഭരണം വേണം എന്ന് നമ്മൾ പറയില്ല. ക്യാപിറ്റലിസത്തിന്റെ ഭരണം വേണം, സാമ്രാജ്യത്വത്തിന്റെ സിയോണിസത്തിന്റെ ഭരണം വേണം, ഫാഷിസത്തിന്റെ ഭരണം വേണം എന്ന് ജമാഅത്തെ ഇസ്ലാമി പറയില്ല. ജമാഅത്തെ ഇസ്ലാമി പറയാ ഈ മഹാപ്രവാചകന്മാരുടെ, ഈ വേദഗ്രന്ഥങ്ങളുടെ, അതിന്റെ മാനുഷികതയിലും സാർവലൗകികതയിലും നീതിയിലും സത്യത്തിലും നിലനിൽക്കുന്ന, അതിനെക്കുറിച്ചാണ് CPM ഒക്കെ പറഞ്ഞു ഇപ്പോൾ ഖലീഫമാരെ ഭരണമാണ് ആഗ്രഹിക്കണമെന്ന്. ഖലീഫമാരുടെ ഭരണം അതുപോലെ തന്നെ എന്താണ് 1400 വർഷം മുമ്പുള്ളവരുടെ ഭരണമാണ് ആഗ്രഹിക്കുന്നത്. രാമനും കൃഷ്ണനും ഒക്കെയാണ് ഓലൊക്കെ നേതാക്കന്മാരും ആയിരുന്നു കേട്ടോ, ഭരണാധികാരികളായിരുന്നു. അല്ല സ്വാമിമാരും മുസ്ലിയാക്കന്മാരും ഉസ്താദുമാരും അച്ഛന്മാരും ഒന്നും അല്ല, അവര് ഭരണകൂടങ്ങളായിരുന്നു. അതിനങ്ങൾ വേറെ ശലോമാൻ, ദാവീദ്, അതുപോലെ തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമി പറയുന്ന മതത്തിനൊരു പ്രശ്നമുണ്ട്. അമ്പലത്തിലും പള്ളിയിലും ചർച്ചിലും പാക്ക് ചെയ്ത് വെച്ചിട്ട് ആവശ്യം ഉണ്ടാകുമ്പോൾ അവിടുന്ന് എടുത്തിട്ട് മാത്രം കുടിക്കാൻ പറ്റുന്ന സാധനമല്ലാതെ, മറിച്ച് ജമാഅത്തെ ഇസ്ലാമിക്ക് ദീനിനെ സംബന്ധിച്ച്, ദൈവദർശനത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് എന്ന് പറയുന്നത് മനുഷ്യൻ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെയുള്ള സകല കാര്യങ്ങളിലും ദൈവത്തിന്റെ പ്രവാചകന്മാരുടെ വേദഗ്രന്ഥങ്ങളുടെ അരുളപ്പാടുകൾക്കനുസരിച്ചുകൊണ്ടാണ് മനുഷ്യൻ മുമ്പോട്ട് പോകേണ്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആ പ്രശ്നമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അല്ലല്ല, ഈശ്വരനില്ല, കർത്താവില്ല, യഹോവല്ല. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന് ദൈവവിശ്വാസിയാകാൻ പറ്റില്ല. നല്ല എന്താ പറയാ സത്യസന്ധതയുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ ദൈവനിഷേധിയായിരിക്കണം, ദൈവനിഷേധിയായിരിക്കണം. പ്രവാചകന്മാർ മോശയാകട്ടെ, മുഹമ്മദാവട്ടെ, രാമനാവട്ടെ, കൃഷ്ണനാവട്ടെ ഒരാളെ ഉൾക്കൊള്ളാൻ പറ്റില്ല. ചരിത്രപരമായിട്ട് ചിലപ്പോൾ എന്തൊക്കെ പറയും, അവരൊക്കെ അന്നത്തെ ഗോത്ര നേതാക്കന്മാരായിരുന്നു, അന്ന് വിപ്ലവകാരികളും സമര പോരാളികളായിരുന്നു എന്നൊക്കെ പറഞ്ഞാലും അതിനൊന്നും പുതിയ കാലത്ത് വലിയ പ്രസക്തിയൊന്നുമില്ല എന്നാണ് പറയാ. വേദഗ്രന്ഥങ്ങൾ, ഗീത, ഖുർആന്, ശ്രുതി, സ്മൃതി, അതുപോലെ തന്നെ ബൈബിള്, തോറ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വർത്താനം പറയാൻ നിൽക്കണം. അതൊക്കെ പഴയ കാലത്തെ 1400, 2000, 3000 കൊല്ലം മുമ്പുള്ള സംഭവങ്ങൾ. അതിലേക്കൊന്നും നിങ്ങൾ വല്ലാതെ പോകേണ്ട കാര്യമില്ല. പുതിയ കാലത്ത് പോസ്റ്റ് മോഡേൺ സംവിധാനങ്ങളിൽ 19ാം നൂറ്റാണ്ടിലെ വ്യാവസായിക യന്ത്ര വിപ്ലവത്തിന് ശേഷം വന്നിട്ടുള്ളതൊക്കെയാണ് അംഗീകരിച്ചു പോകേണ്ടത്. എന്നിട്ട് അതിനെ പോകണം. ഇങ്ങനെയൊക്കെയാണ് കമ്മ്യൂണിസ്റ്റുകാരൻ പറയാ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ ഗുരുതരമായ പ്രശ്നങ്ങളിൽ ഒന്നും പോലും എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തെക്കുറിച്ച് അതിന് പറയാൻ കഴിയില്ല, പ്രവാചകന്മാരെ കുറിച്ച് അതിന് പറയാൻ കഴിയില്ല. ഇത് മുസ്ലിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല. രാമനോ കൃഷ്ണനോ ബുദ്ധനോ ജൈനനോ ഗീതയോ ഖുർആനോ ബൈബിളോ അല്ല അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ക്യാപിറ്റലിസത്തിന്റെ അടിസ്ഥാനം ഇതല്ല, ഇമ്പീരിയലിസത്തിന്റെ അടിസ്ഥാനം അതല്ല, സയനിസത്തിന്റെ അടിസ്ഥാനം അതല്ല, ഫാഷിസത്തിന്റെ അടിസ്ഥാനം അതല്ല. പക്ഷെ ഇതിന്റെ മറവിൽ കിട്ടോ. ഇപ്പൊ ഹല്ലേലൂയ പറഞ്ഞിട്ട് അയാൾ സ്ഥാനേറ്റെടുത്ത് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ട്രംപ്, അയാളും ഈശോ മിശിഹായും തമ്മിലുള്ള ബന്ധം എന്താ, യേശുവും തമ്മിലുള്ള ബന്ധം എന്താ, ബൈബിളും തമ്മിലുള്ള ബന്ധം എന്താ? ഇപ്പൊ ബൈബിളും ഖുർആനും ഗീതയൊക്കെ കയ്യിൽ പിടിച്ചാൽ പൊതുജനത്തെ വിഡ്ഢീകരിക്കാൻ, അവരുടെ ചിന്തയെയും ബോധത്തെയും കൊള്ള ചെയ്യാൻ, മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യാൻ, സ്വന്തം അതിനികൃഷ്ടമായ താല്പര്യങ്ങൾ മുഴുവൻ രാമനെയും കൃഷ്ണനെയും മുഹമ്മദിനെയും യേശുവിനെയും ഒക്കെ തണലിൽ നിന്നിട്ട്, അപ്പൊ ചിലവര് ഖുർആനും ബൈബിളും ഗീതയൊക്കെ പിടിച്ചിട്ട് സത്യപ്രതിജ്ഞയൊക്കെ ചെയ്യും. ഇതൊന്നും കണ്ടിട്ട് ഇവരൊക്കെ ഭയങ്കര പുണ്യാളന്മാരാണെന്ന് ധരിക്കാനും നമ്മൾ പോകണ്ട. അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ് ഇവരൊക്കെ ദൈവവിശ്വാസവും മതങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് തന്നെയാണ് പ്രവാചകന്മാരും പുണ്യപുരുഷന്മാരും വന്നില്ല. അമ്പലവും പള്ളിയും ചർച്ചവും കുറഞ്ഞുകൊണ്ടൊന്നുമല്ല. മക്ക ഉള്ളപ്പോ തന്നെയാണ് മുഹമ്മദ് നബി അവിടെ വരുന്നത്. അബ്രഹാമിന്റെ ക്ഷേത്രം, അബ്രഹാമിന്റെ പള്ളി, അബ്രഹാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനാ സ്ഥലം അതുള്ളപ്പോ തന്നെ മുഹമ്മദ് നബി അവിടെ വരുന്നത്. അപ്പൊ ആരാധന നടക്കാത്തോണ്ടൊന്നുമല്ല പ്രവാചകന്മാർ വന്നിട്ടുള്ളത്, മതങ്ങളില്ലാത്തതുകൊണ്ടൊന്നുമല്ല. മതങ്ങളും ആരാധനകളും ഒക്കെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ആഘോഷങ്ങളും അതുപോലെ തന്നെ ആചാരങ്ങളുമായി മാറുകയും മനുഷ്യന്റെ അവകാശങ്ങളെയും ദൈവികമായ മൂല്യങ്ങളെയും ഒക്കെ ചവിട്ടി മെതിച്ച് തിമിർത്തുകൊണ്ടിരുന്ന ഘട്ടത്തിലാണ് ഓരോ പ്രവാചകന്മാരും വന്നിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നത്. ഇപ്പൊ ഇത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു സംഗതിയെ പോലും ഉൾക്കൊള്ളാൻ എന്ത് കഴിയില്ല, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് കഴിയില്ല. രാമനെ, കൃഷ്ണനെ, ബുദ്ധനെ, ജൈനനെ, മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞിട്ട് ജമാഅത്തെ ഇസ്ലാമി ഈ അടിസ്ഥാനത്തിൽ നിന്നിട്ടാണ് കാര്യങ്ങളെ ജനങ്ങളുടെ മുമ്പിൽ പറയുന്നത്. നിങ്ങൾ ദൈവികമായ കൽപ്പനകൾ പാലിക്കണം, പ്രവാചകന്മാരുടെ സംവിധാനങ്ങൾ ഉൾക്കൊള്ളണം. അതന്നെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. ഞാൻ ബാക്കി കാര്യങ്ങളിലേക്കൊന്നും പോകണില്ല. നിങ്ങളിപ്പോ ജമാഅത്തെ ഇസ്ലാമി ഇവിടെ ഉണ്ടല്ലോ, നിങ്ങൾ വന്നോ, നേരത്തെ പറഞ്ഞല്ലോ ഷിറീന്, നമുക്ക് ജമാഅത്തെ ഇസ്ലാമിക്ക് ആകളുടെ ധൈര്യം എന്താന്ന് പറയുക, നിങ്ങൾ എല്ലാവരോടും സംസാരിക്കും. ഇവിടെ ഇപ്പൊ നരേന്ദ്രമോദി താമസിക്കണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകും. ജമാഅത്തെ ഇസ്ലാമിക്കാരെ ഞങ്ങൾക്കൊരു മാധ്യമം പത്രമുണ്ട്, ഞങ്ങളുടെ ചാനലാണ് മീഡിയ വണ്ണ്, ഞങ്ങൾക്ക് മീഡിയ വണ്ണുണ്ട്, അതുപോലെ തന്നെ ഞങ്ങളുടെ വാരികയാണ് പ്രബോധനം. നിങ്ങളൊന്ന് വരി ചേരി വായിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമാണ്. ഇത് ഞങ്ങളുടെ പുസ്തകമാണ്, ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം, എന്നിട്ട് വിമർശിക്കണം, വിശകലനം ചെയ്യണം, വിലയിരുത്തണം, ചൂണ്ടിക്കാണിക്കണം. ധൈര്യപൂർവ്വം ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയും. ജമാഅത്തെ ഇസ്ലാമിക്കാർ എല്ലാവരുടെ അടുത്തേക്കും വരും. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇപ്പോ RSS വരൂലല്ലോ, അങ്ങനെ സംസാരിക്കാൻ വരാറുണ്ടോ? നിങ്ങളുടെ അടുത്തേക്ക് ആളുകളുടെ അടുത്തേക്ക് തുരന്നു കയറി ചെല്ലുകയും നിഗൂഢമായിട്ട് അവനെ പിടിച്ചടക്കുകയും ചെയ്യുക എന്നുള്ളതല്ലാതെ
എല്ലാ മനുഷ്യരിലേക്കും വന്നിട്ട് ഇത് RSS ആണ് നല്ലത്, സംഘപരിവാരമാണ് നല്ലത്, സവർണ ദർശനമാണ് നല്ലത്, അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ജീവിത നിലപാടാണ് വരേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ അടുത്തേക്കും നിങ്ങളടുത്തേക്കും വരുമോ? ഒരിക്കലും വരില്ല. കാരണം നമ്മൾ അഭിമുഖീകരിക്കാനുള്ള കരുത്ത്, ആന്തരികമായ കരുത്ത് RSSനില്ല. സംഘപരിവാർ ഏറ്റവും അവസാനം അരുൺ ഷൂറിന്റെ പുസ്തകം ഇറങ്ങിയിരിക്കണ് വീരസവർക്കറെ കുറിച്ച്. പച്ചക്കള്ളങ്ങൾ പറഞ്ഞ വീരസവർക്കർ, ഭീരുവായ വീരസവർക്കർ അപകടകരമായി വീരനായി അവതരിപ്പിച്ച് മഹാത്മാഗാന്ധിയുടെ ഓപ്പോസിറ്റ് കൊണ്ടുപോയി പാർലമെന്റിൽ പ്രതിഷ്ഠിച്ച് ഇന്ത്യയെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന അരുൺ ഷൂറി ഓല തന്നെ മന്ത്രിയായിരുന്നു കേട്ടോ. അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് വിറ്റഴിക്കൽ വകുപ്പ് മന്ത്രിയായിരുന്നു ഈ അരുൺ ഷൂറി. അദ്ദേഹം ഇപ്പൊ പുസ്തകം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ 500ഓളം രേഖകൾ പരിശോധിച്ച് ഞാൻ വസ്തുതയിട്ട് എണ്ണി പറയുന്നു എന്ന് പറഞ്ഞിട്ട് വീരസവർക്കറുടെ താന്തോന്നിത്തരങ്ങൾ, തമ്മാടിത്തരങ്ങൾ വളരെ കൃത്യമായിട്ട്, ഇത് ഞാൻ പറയല്ലോ കേട്ടോ, അദ്ദേഹമാണ് പറയുന്നത്. അതുകൊണ്ട് സംസാരിക്കാൻ വരില്ല. ഇപ്പോ CPM കളിച്ചുകൊണ്ടിരിക്കുന്ന കളി അത് തന്നെയാണ്. എന്താ ഇവിടെ വന്നിട്ട് പ്രസംഗിക്കുക, എന്താ പറയാ, ജമാഅത്തെ ഇസ്ലാമി, ഇസ്ലാം, അതിന്റെ ഭീകരത, അതിന്റെ തീവ്രവാദം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വാ, CPM-കാര് വാ, നമുക്ക് സംസാരിക്കാം. നിങ്ങൾക്ക് ആർജവമുണ്ടെങ്കിൽ, അന്തസ്സുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നാട് നന്നാവല്ലേ വേണ്ടത്, മനുഷ്യൻ നന്നാവല്ലേ വേണ്ടത്, നമുക്കൊന്ന് സംസാരിക്കുക. ഏതാണ് നിങ്ങൾക്കും ബുദ്ധിയുണ്ട്, നമുക്കും ബുദ്ധിയുണ്ട്, നമുക്ക് രണ്ടുപേർക്കൊന്ന് കൈമാറ്റം ചെയ്യാം. ഏതാണ് കമ്മ്യൂണിസവും ഇസ്ലാമും അതിന്റെ മൂല്യങ്ങളും തമ്മിൽ എവിടെയാണ് ചേരുന്നത്, എവിടെയാണ് വേർപിരിയുന്നത്, സാമ്യതകൾ എന്താണ്, വൈരുദ്ധ്യങ്ങൾ എന്താണ്, പ്രശ്നമുള്ളത് എവിടെയാണ്, ഒന്നിക്കാൻ പറ്റുന്നത് എവിടെയാണ്, നമുക്ക് പറയാലോ. ഇനി ജമാഅത്തെ ഇസ്ലാമി അത്രയും വലിയ പ്രശ്നമാണെങ്കിൽ നിങ്ങൾ വ്യക്തിപരമായിട്ട് വാ നമ്മളടുത്തേക്ക്, നിങ്ങളെ ഞങ്ങൾ തിരുത്തും. കാരണം നിങ്ങൾക്ക് എന്നെ ഇത് ഉണ്ടയില്ല അവിടെ വിട്ടിക്കുക, പത്രസമ്മേളനം നടത്തുക, ഇത് ട്രംപിന്റെ തന്ത്ര, ഇത് നരേന്ദ്രമോദിയുടെ തന്ത്ര. CPM എന്ന് പറയുന്ന ഒരു കാലത്തെ വായനയുടെയും ചിന്തയുടെയും വായനശാലകളുടെയും കൊടുക്കലുകളും വാങ്ങലുകളും ചിന്തോദീപകമായ കൈമാറ്റങ്ങളും ഒക്കെ നടത്തിയ ഒരു പ്രസ്ഥാനം ആൾക്കൂട്ടമായി, അതുപോലെ തന്നെ ആചാരമായി, അനുഷ്ഠാന പ്രസ്ഥാനമായി, ഒരുതരം ആരാധനാ പ്രസ്ഥാനമായി അതിന്റെ ദൈവം മുഖ്യമന്ത്രിയായിട്ട് മാറുക. അതിന്റെ അപ്പുറത്തൊക്കെ ഒന്നും ഒരു വിമർശനങ്ങൾ പോലും നടത്താൻ പാടില്ലാത്ത, ഒന്നും ചോദ്യം ചെയ്യാൻ പാടില്ലാത്ത ഇങ്ങനെയൊക്കെ ഒരു പ്രസ്ഥാനമായാൽ ഇപ്പോ ഞാൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിക്ക് ധൈര്യമാണ്. നിങ്ങൾ വാ, നമുക്കിരുന്ന് സംസാരിക്കല്ലേ. എന്നിട്ട് പറയാലോ നിങ്ങൾക്ക്. അതിന് പകരങ്ങൾ എന്ത് ചെയ്യുക, സുപ്രഭാതത്തിൽ പരസ്യം കൊടുക്കുക. നിങ്ങൾ നമ്മുടെ പ്രധാന മുഖ്യമന്ത്രി, നമ്മൾ നേരത്തെ പറഞ്ഞ നരേന്ദ്രമോദിയുടെ മാതിരി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും വലിയ 2 തെരഞ്ഞെടുപ്പായിരുന്നു ചേലക്കരയും പാലക്കാടും തമ്മിൽ. ഈ പാലക്കാട് നമ്മുടെ മുഖ്യമന്ത്രി പ്രസംഗിക്കാൻ വന്നിട്ട് എന്താ അവിടെ പ്രസംഗിച്ചു പോയത്? ഈ കേരളത്തിൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സ്പേസിൽ ആ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള താത്വികവും പ്രയോഗപരവുമായ ഏറ്റവും നല്ല കാര്യങ്ങൾ നരേന്ദ്രമോദിക്കൊന്നും പറയാനില്ല. അതുകൊണ്ട് അദ്ദേഹം പാകിസ്ഥാനെ കുറിച്ച് പറയും, ബാബരി മസ്ജിദിനെ കുറിച്ച് പറയും, അതുപോലെ തന്നെ കെട്ടുതാലി, അങ്ങനെയല്ലേ വിളിച്ച് ഈ കോൺഗ്രസ്സുകാർ അധികാരം കിട്ടിയാൽ ഹിന്ദുക്കളുടെ കെട്ടുതാലി അഴിച്ചിട്ട് മുസ്ലിങ്ങൾക്ക് കൊണ്ടേട്ട് കൊടുക്കും, ക്രിക്കറ്റ് ടീം മുഴുവൻ മുസ്ലിങ്ങളുടേതായിട്ട് മാറും. ഒരു പ്രധാനമന്ത്രി ചറപറ ഇറങ്ങി വന്നിട്ട് 4ാം കിട കൂലി പ്രസംഗകർ പോലും നടത്താത്തവണ്ണം വർഗീയ, വംശീയ, സാമുദായിക, ജാതീയ പ്രസംഗങ്ങൾ ചേലക്കരയിലോ പാലക്കാട് വന്നിട്ട് നമ്മുടെ മുഖ്യമന്ത്രി ഒരു വർത്താനം പറയാനില്ല. എന്താ പറഞ്ഞത്? അദ്ദേഹം രാഹുലിനെ പിന്തുണക്കുന്നത് വർഗീയവാദികളും ഭയങ്കര രസം. ഇതൊക്കെ കേട്ടാ ചിരിയും വരും, സഹതാപവും വരും. നിങ്ങളെന്താരോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിക്കാരനാ, സോൾഡാറ്റിക്കാരനാ, SIO-കാരനാ, ഇനി മുസ്ലിമോളോ? ഒരിക്കലും അല്ല. ആ രാഹുൽ മാങ്കൂട്ടത്തിന് ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്താൽ അത് വർഗീയ വോട്ട്, അത് ജാതീയ വോട്ട്, അത് ഭീകരവാദ വോട്ട്. ഹിന്ദുവായ രാഹുൽ മാങ്കൂട്ടത്തിന് മുസ്ലിങ്ങളായ ജമാഅത്തെ ഇസ്ലാമിക്കാർ വോട്ട് ചെയ്താൽ, നമ്മുടെ വിജയരാഘവനും ഗോവിന്ദമാഷും പറയാണ്, രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ജയിച്ചിട്ടുള്ളത് വർഗീയവാദികളുടെ വോട്ട് വാങ്ങിക്കൊണ്ടാണ്. രാഹുൽ ഗാന്ധി ആരാ, മുസ്ലിമാ ആണോ? യഥാർത്ഥത്തിൽ CPM-കാരെ നിങ്ങൾ പറയേണ്ടത് എന്താ? കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ രാഹുൽ ഗാന്ധിയെ പോലത്തെ ഒരു സവർണ ഹിന്ദുവിന്, പ്രിയങ്കാ ഗാന്ധിയെ പോലത്തെ പാഴ്സിയും പണ്ഡിറ്റുമായ ഒരു പെണ്ണിന്, രാഹുൽ മുങ്കാട്ടത്തെ പോലത്തെ ഒരു ഹിന്ദുവിന് ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള മുസ്ലിങ്ങൾ വോട്ട് ചെയ്തുവെങ്കിൽ അതാണ് കേരളത്തിന്റെ പാരമ്പര്യം, അതാണ് കേരളത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം, അതാണ് കേരളത്തിന്റെ നവോത്ഥാനം, അതാണ് കേരളത്തിന്റെ പൊതുനന്മ എന്ന് പറയുന്നതിന് പകരം സംഘപരിവാരം പറയുന്നത് പോലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങള് ഹിന്ദുവിനെ വോട്ട് ചെയ്താൽ അതും പ്രശ്നം. പണ്ഡിറ്റുമാണ്, പാഴ്സിയാണ് രാഹുൽ ഗാന്ധി. കാരണം അച്ഛൻ പാഴ്സിയായിരുന്നല്ലോ, ഫിറോസ് ഗാന്ധി, ഇന്ദിരാഗാന്ധിയുടെ. അപ്പൊ അതിന്റെ പാരമ്പര്യമുണ്ട്. ക്രൈസ്തവ, ഹിന്ദു, ഇസ്ലാമിക പാരമ്പര്യമായിരിക്കും ചിലപ്പോ കുറവൊക്കെ. ക്രൈസ്തവ, ഹിന്ദു, പാഴ്സി, പണ്ഡിറ്റ് പാരമ്പര്യമുള്ള രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കാ ഗാന്ധിക്കും വോട്ട് ചെയ്താൽ
അത് വർഗീയ വംശീയ സാമുദായികമായ വോട്ട്. ആര് പറയാ? ഗോവിന്ദൻ മാഷും പിണറായി വിജയനും അതുപോലെ തന്നെ വിജയന. ഇവരൊക്കെ മാഷ് കൂട്ടി പറയണത് എന്തിനാ നമുക്കറിയില്ല. അതൊരു തന്ത്ര. എല്ലാ മാഷ് എന്ന് പറഞ്ഞാൽ അച്ഛൻ, ഉമ്മ, ഉസ്താദ്, ഗുരു എന്നൊക്കെ പറയണ പോലെ വലിയൊരു സാധന. അതൊരു നരേശനാണ്. പുണ്യാളനും മണവാളനും വിശുദ്ധനുമാണ് എന്നൊക്കെ പറയാൻ നാക്കെടുത്താൽ കള്ളത്തരം പറയുന്ന, വർഗീയത പറയുന്ന ഉച്ചകൊടുക്കലുകളും പോട്ടെ, ഞാൻ അതിലേക്ക് അങ്ങനെ കടന്നു പോകില്ല. ഞാൻ പറഞ്ഞത് അപ്പൊ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ഇതിന്റെ കൂടെ എന്നാ പിന്നെ ഇവര് ഒരു വർഷമാണ് കൂടി പറയേണ്ടിയിരുന്നു. ആര്? പിണറായി വിജയൻ പറയണം, ഗോവിന്ദ മാഷ് പറയണം. എന്ത്? CPM-ന് എത്ര MP മാരുണ്ട്? എത്ര MP മാരുണ്ട് പാർലമെന്റില്? ഒന്ന് പറയുങ്ങള്. എത്ര MP മാരുള്ളത്? ഒന്ന് മുർഷിദാബാദിൽ തോറ്റു, പക്ഷെ ജമാഅത്ത് ഇസ്ലാമി വോട്ട് ചെയ്തു. മുർഷിദാബാദിലെ CPM-ന്റെ MP-ക്ക് ജമാഅത്ത് ഇസ്ലാമി, ബംഗാളിലെ ജമാഅത്ത് ഇസ്ലാമി മുർഷിദാബാദിലെ സ്ഥാനാർത്ഥിയായിരുന്ന CPM-ന്റെ തോറ്റുപോയി അദ്ദേഹം, പക്ഷെ വോട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി ജയിച്ച സ്ഥാനാർത്ഥികളില്ലേ? ഡിണ്ടിയിലൊന്ന്, മധുരയിലൊന്ന്, ഹരിയാനയിലും അതുപോലെ തന്നെ രാജസ്ഥാനിലെ സിക്കൂറിലും ഈ 3 സ്ഥാനാർത്ഥികൾക്കും ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്തിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട CPM-കാരെ, നിങ്ങൾ പറയുമ്പോ അതും കൂടി പറയണം. രാഹുൽ ഗാന്ധിക്കും രാഹുലിനും പ്രിയങ്കയ്ക്കും മാത്രമല്ല, ഞങ്ങളുടെ രാജസ്ഥാനിലെ MP-ക്ക്, തോറ്റുപോയ മുർഷിദാബാദിലെ നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക്, ഡിണ്ടിഗലിൽ നിന്നും ഹരിയാനയിൽ നിന്നും ജയിച്ച ഞങ്ങളുടെ MP-ക്ക് ഈ ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്തിട്ടുണ്ട്. ആണത്വം വേണ്ടേ? അഭിമാനം വേണ്ടേ? സത്യസന്ധത വേണ്ടേ? പറയുന്നതിൽ ആത്മാർത്ഥത വേണ്ടേ? ഇപ്പോൾ പറിച്ചെടുക്കാനുള്ള ലാഭം കണ്ടിട്ട്. അതിന്റെ കാരണം 2026 ഇലക്ഷനാണ്. ഇനിയിപ്പോ RSS-ഉം CPM-ഉം ഡീല് നടത്തിയിട്ടുണ്ടോ നമുക്കറിയില്ല. ചിലപ്പോൾ നടന്നിട്ടുണ്ടാകാം. കാരണം DGP അജിത് കുമാറിനെയൊക്കെ കാണുമ്പോ DGP അല്ല, ADGP അജിത് കുമാർ ഇപ്പൊ എവിടെയാണ് നിൽക്കണമെന്ന് അറിയില്ല. DGP ആക്കാൻ പുണ്യാളനാണ്, മണവാളനാണ്, വിശുദ്ധനാണ്, സത്യസന്ധനാണ്. ഇത്രയും നല്ല RSS-ന്റെ ആളൊക്കെ അത് വ്യക്തിപരമായിട്ടാണ് സംസാരിക്കാൻ പോയതാ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ആര്? നമ്മുടെ മുഖ്യമന്ത്രി, നമ്മുടെ പാർട്ടി. പക്ഷെ മറ്റേ ബിനോയ് വിശ്വം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തുനിന്ന് ആനിരാജ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിന്റെ പോലീസ്, അത് നമ്മൾ പഠിക്കേണ്ടതാണ്. സംഘപരിവാർ എങ്ങനെയാണ് ഇന്ത്യയുടെ ശരീരത്തിൽ കയറിയിട്ടുള്ളത് എന്ന് നിങ്ങൾ പരിശോധിച്ചാൽ 4 സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. 4 സംവിധാനങ്ങള്. ഒന്ന് EVM മെഷീൻ. ഒരു തെറ്റിദ്ധാരണകൾ വെക്കണ്ട. സുക്കൻബർഗ് മുതൽ ഇപ്പുറത്തെ ദുർറാഡി അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. EVM മെഷീൻ ഇല്ലെങ്കിൽ തെലുങ്കാന, ബീഹാർ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, രാജസ്ഥാൻ ഇതൊക്കെ കോൺഗ്രസിന് കിട്ടും. ഒരു സംശയങ്ങൾ വെക്കണ്ട. മെഷീൻ മാത്രമാണ്. RSS-കാരുണ്ട് ഈ പ്രസംഗം കേൾക്കുന്നില്ല. നിങ്ങളെ നേതാക്കന്മാരോട് പറയും, നിങ്ങൾ ഭയങ്കര രാജ്യസ്നേഹി. ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതി. നമ്മുടെ സത്യസന്ധന്മാരാണ്, നമ്മൾ വിശുദ്ധന്മാരാണ്. ഇവിടുത്തെ എല്ലാ കക്ഷികളും EVM മെഷീനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അവിടെ നമുക്ക് EVM മെഷീന് വേണ്ട. നമുക്ക് കടലാസിൽ വോട്ട് ചെയ്ത് നമ്മൾ ജയിക്കണം. ഉറപ്പ്. ഇക്കഴിഞ്ഞ UP-യിൽ നരേന്ദ്രമോദി പോലും വെള്ളം കുടിക്കുമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ EVM മെഷീൻ വർക്ക് ചെയ്തില്ലായിരുന്നുവെങ്കിൽ. അറിയോ നിങ്ങൾ? അത്രമാത്രം അവരുടെ മെക്കയും മദീനയും ഒക്കെ ആയിട്ടുള്ള UP-യിൽ വമ്പിച്ച പരാജയം. ഇപ്പൊ ജയിക്കുകയാണ്. എല്ലായിടത്തും കോൺഗ്രസ് ജയിക്കും എന്ന് പോലും പറഞ്ഞ സ്ഥലങ്ങളിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് നിർമ്മലാ സീതാരാമന്റെ പുതിയ അപ്പളുണ്ട് ഭർത്താവ്. അദ്ദേഹം പറഞ്ഞ 75 ലക്ഷം വോട്ടുകളാണ് മഹാരാഷ്ട്രയിൽ 1.5 മണിക്കൂർ കൊണ്ട് പോൾ ചെയ്യപ്പെട്ടത്. 6 മണിയുടെയും 7 മണിയുടെയും ഇടയിൽ കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത വോട്ട്